നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ മധ്യത്തിൽ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഇന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസി സിസ്റ്റർ ബെൻസി ജോൺസൺ അവറുകളാണ്. ഹല്ലേലൂയ. കൊട്ടാരക്കരയ്ക്കടുത്ത് ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്ററും കുടുംബമാണ്. പാസ്റ്റർ ജോൺസൻ്റെ ഹല്ലേലൂയ സഹധർമ്മിണിയാണ് കർത്താവിൻ്റെ ദാസി ബെൻസി ജോൺസൺ. അതുപോലെ തന്നെ ഹല്ലേലൂയ സാധാരണമായിട്ട് നമ്മൾ ഹല്ലേലൂയ അറിയുന്ന ആത്മീയ കോളത്തിൽ അറിയുന്ന ഹല്ലേലൂയ ഒരു കർത്തൃദാസൻ്റെ മകളും കൂടിയാണ്. ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ. ഓർത്ത ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾ, താലന്തുകൾ ദൈവനാമഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കട്ടെ. അവർക്ക് 3 മക്കളുണ്ട്. 3 പേരും ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ കൃപയാൽ കർത്താവിൻ്റെ വേലയിൽ അവരിവിടെ ആയിരിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസിയെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഏകാഗ്രതയോടെ നമുക്ക് ദൈവവചനം കേൾക്കുവാനും ഹല്ലേലൂയ ശുശ്രൂഷ അനുഭവിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിൻ്റെ വലിയ ദാസിയെ ശുശ്രൂഷയ്ക്കായി തരുണത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ലേഡീസ് മീറ്റിംഗിന്റെ ഇന്നത്തെ എല്ലാ വെനസ്ഡേ നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച വിശേഷാൽ കർത്താവ് ദാസി ഫേബ ആന്റി, അതിന് മുഖാന്തരമായിരുന്നു സുനില അമ്മാമ, ബാക്കി എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ദാസി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ബെൻസി ജോൺസൺ. ഞങ്ങൾ ഒരു 18 വർഷം നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിയിലായിരുന്നു, ഗുജറാത്തിലും മറ്റുമായിട്ട്. അതിനുശേഷം നാട്ടിൽ കടന്നു വന്നു. 10 വർഷമായിട്ട് കേരളത്തിൽ IPCയിലെ പാസ്റ്ററിന്റെ ഭാര്യയായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളൊരു പൈനിയർ മിനിസ്ട്രി ഞങ്ങളുടെ സ്വന്തം ദേശത്ത്, കർത്താവിൻ ദാസൻ ജനിച്ചു വളർന്ന ദേശത്ത് ഞാൻ സഭാ ശുശ്രൂഷ വിട്ടിട്ട് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ചില സമുദായക്കാരായ ആൾക്കാർ കടന്നു വരുന്നു. കർത്താവ് അയച്ചിടത്തൊക്കെ കർത്താവിന്റെ ഹിതപ്രകാരം വേല ചെയ്യാൻ സഹായിച്ച വളരെ ചുരുക്ക സമയമേ ആയുള്ളൂ. ഇങ്ങനെ വചനം സംസാരിക്കാനോ അങ്ങനൊരു ലെവലിലേക്ക് ദൈവം എന്നെ മാറ്റിയിട്ട് ദൈവം അതിന് ഒത്തിരി മുഖാന്തരങ്ങൾ ഒരുക്കി. പക്ഷെ എനിക്ക് അതൊന്നും പറയാനുള്ള സമയങ്ങൾ, സാവകാശങ്ങളില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിനുള്ള അവസരം തരട്ടെ. ആസാദി ടിവിയിലും ആരോമ ടിവിയിലും എന്റെ സാക്ഷ്യം, വളരെ നീണ്ട മണിക്കൂറുള്ള സാക്ഷ്യം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ബെൻസി ജോൺസൺ അടിച്ചു നോക്കിയാൽ ആ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായിത്തീരും. ആന്റി പറഞ്ഞതുപോലെ, ആന്റി പേര് പറയാൻ മടി ഉണ്ടായിട്ടതുകൊണ്ട് അത് പറയാൻ ഞാൻ തോന്നുന്നു. എന്റെ പപ്പായെ വിശ്വാസ ലോകത്തില് പെന്തക്കോസ്ത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്. പാസ്റ്റർ ലോഡിംഗ് പാപ്പച്ചൻ എന്നറിയപ്പെടും. കർത്താവിനാൽ ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസന്റെ മകളായി വളരുവാൻ ദൈവം ഭാഗ്യം തന്നു. പപ്പ ഇപ്പം അല്പം ശരീരമായി ക്ഷീണിതനാണ്, എങ്കിലും മിനിസ്ട്രിക്ക് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ പപ്പായുടെ കൂടെ ഇവിടെയാണ്. 10 മണി കഴിഞ്ഞ് ഒരു ഫ്യൂണറൽ സർവീസിന് കടന്നു പോകണം. അങ്ങനെയൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് പപ്പയുടെ ഇവിടെ എത്തിയിരിക്കുന്നു. നിങ്ങളോടൊപ്പം അല്പസമയം ആയിരിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് 1 മിനിറ്റ് പോലും കളയാനില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്നെ ദൈവം ഏൽപ്പിച്ച വചനത്തിലേക്ക് കടന്നു ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്ന് വരെയും അബിയേസ്യർക്കുള്ള ഒഫ്രയിൽ ഉണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് വചനം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനത്തിനായി സ്തോത്രം, ഈ തിരുവചനത്തിനായി സ്തോത്രം, തിരുവചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഇന്ന് ഈ ഡിവൈസിൽ അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം 68ഓളം കർത്താവ് കുടുംബങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഇനി ആരെങ്കിലും പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയും ദൈവസ്ഥനിൽ ഏൽപ്പിക്കുന്നു. ഇത്രയും പേരുടെ മേൽ ഈ ദൈവജനത്തിൽ എവിടെയെല്ലാം വിടുതലുകൾ സംഭവിക്കണമോ, ഏതെല്ലാം മേഖലകളിൽ വിടുതൽ നടക്കണമോ, ആമേൻ. അത് ശരീരത്തിലാണെങ്കിൽ അങ്ങനെ, മനസ്സിലാണെങ്കിൽ അങ്ങനെ, പ്രാണനിലാണെങ്കിൽ അങ്ങനെ, അസ്ഥി മജ്ജകളിലാണെങ്കിൽ അങ്ങനെ, തലമുറകളിലാണെങ്കിൽ അങ്ങനെ, കുടുംബങ്ങളിലാണെങ്കിൽ അങ്ങനെ, ആത്മമണ്ഡലത്തിൽ, ഭൗമമണ്ഡലത്തിൽ, എവിടെയെല്ലാം കർത്താവേ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ എഴുതപ്പെട്ട അതേ വചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തന്നെ അത് ജനത്തിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടതായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. അതതിന്റെ ക്രിയ ചെയ്തു മടങ്ങി വരട്ടെ, അതതിന്റെ ക്രിയ ചെയ്തു മടങ്ങി വരട്ടെ, അതതിന്റെ ക്രിയ ചെയ്തു മടങ്ങി വരട്ടെ. അപ്പ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അടിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആദിയോടന്തം ആമേൻ അനുഭവിച്ചറിയാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7,
ആമേൻ സ്തോത്രം. അധ്യായങ്ങൾ 8 അധ്യായങ്ങളിൽ പൊതുവെ നമുക്ക് സ്തോത്രം ഗിദെയോന്റെ കാര്യമാണ് കാണുന്നത്. ഗിദെയോൻ, നിങ്ങൾക്ക് ഗിദെയോനെ കുറിച്ച് അറിയാം. ഞാൻ അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കും. ദൈവം ഏൽപ്പിച്ച ദൂതിലേക്ക് കടന്നു പോകാൻ. സ്തോത്ര. ന്യായാധിപന്മാരുടെ പുസ്തകം എന്നൊരു പുസ്തകം ഉണ്ടാകാൻ തന്നെ കാരണം, അല്ലെങ്കിൽ ന്യായാധിപന്മാർ എന്നൊരു ഗ്രൂപ്പ് ഇസ്രായേൽ ഉണ്ടാകാൻ തന്നെ ഒരു കാരണമുണ്ട്. ഇസ്രായേൽ മക്കളെ മോശ മിസ്രൈമിൽ നിന്ന് വിടിച്ചു കൊണ്ടുവന്നു. 40 വർഷം നടത്തി. അവസാനം വന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ അവിടെ അവരെ അക്കരെ കടത്തത്തില്ല. സ്തോത്രം. നിന്നെ കൊണ്ട് നീ അവരെ അക്കരെ കടത്തത്തില്ല. അക്കരെ കടത്താൻ നീ, അപ്പം അത് ഭയങ്കര വിഷമായിപ്പോയി. നീ അവിടെ എത്തത്തില്ലെന്ന് പറയാൻ പുള്ളിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അന്നേരം അദ്ദേഹം എന്തോ എന്നറിയാമോ, നെടുമ്പാട് വീണ് കരഞ്ഞു. പറ്റത്തില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. സ്തോത്ര. പിന്നെ നീ എന്നോട് ഇനി ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം അവന്റെ സങ്കടം മുഴുവൻ, ഈ ജനത്തെ പിന്നെ ആരക്കരെ കടത്തും, ഈ ജനത്തെ പിന്നെ ആര് അക്കരെ കടത്തും. ഒരു വലിയ താൻ കഷ്ടപ്പെട്ട് കൊണ്ടുപോയ സമൂഹത്തെ കുറിച്ച് തനിക്ക് വലിയൊരു ആത്മഭാരം ഉണ്ടായിട്ട് ആരെ അക്കരെ കടത്താൻ ആരെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം തനിക്ക് യോശുവയെ കാണിച്ചു കൊടുത്തു. ആമേൻ സ്തോത്ര. യോശുവയുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് തന്റെ ആത്മാവിനെ അവന്റെ മേൽ പകർന്ന് ഈ ജനത്തെ കനാനിൽ എത്തിക്കുവാൻ യോശുവയെ അഭിഷേകം ചെയ്തു കർത്താവ് ആക്കി. മോശ മരിച്ചു. യോശുവ അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്നു. കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവരോട് ദൈവം പറഞ്ഞതുപോലെ വസ്തുവൊക്കെ വീതം ചെയ്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട പ്രോപ്പർട്ടി എല്ലാം കൊടുത്ത് എല്ലാം സെറ്റിൽമെന്റ് ആക്കി. അങ്ങനെ വലിയ സന്തോഷത്തിൽ, വാഗ്ദത്തം പ്രാപിച്ച വലിയ സന്തോഷത്തിൽ ഇസ്രായേൽ മക്കളായിരിക്കുമ്പോൾ യോശുവ പ്രായമായി മരിപ്പാറായി. ആ സമയത്ത് യോശുവ പറഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ള കനാന്യരുടെ ദൈവങ്ങളെ ഒന്നും സേവിക്കരുത്, നിങ്ങൾ എല്ലാവരും ദൈവത്തെ സേവിച്ചോണം. സ്തോത്രം. എന്റെ മരണകാലമായി നിങ്ങൾ സേവിക്കുകയോ ചെയ്യാതിരിക്കും, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ഇതായിരുന്നു പുള്ളിയുടെ പോളിസി. മോശയുടെ പോളിസി അതല്ലായിരുന്നു, എന്റെ പേര് ജീവന്റെ പുസ്തകം മാറ്റിയാലും വേണ്ട, ജനത്തെ കളയാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹമെങ്കിലും അങ്ങ് ചെല്ലണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ കുടുംബം അങ്ങ് ചെല്ലും, നിങ്ങൾക്ക് വേണമെങ്കിൽ സേവിക്കാം, വേണ്ടെങ്കിൽ സേവിക്കാം. ആ ഒരു മനോഭാവം. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അടുത്തൊരു ലീഡറിനെ കണ്ടുപിടിക്കാൻ, അല്ലെ തന്റെ ജനമായ ഇസ്രായേലിനെ എങ്ങനെ നടത്തുമെന്ന് ദൈവത്തോട് യോശുവയ്ക്ക് ചോദിക്കാൻ പറ്റിയില്ല. അതിനൊരു മറുപടി കിട്ടിയില്ല. അതിനൊരു ലീഡറിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ലീഡർഷിപ്പിനകത്തുള്ള ഒരു വലിയ ഒരു സംഭവമായത്. ഇപ്പൊ നമ്മുടെ ഫേബെ ആന്റി ഈ മീറ്റിംഗ് നടത്തുന്നു. ഫേബെ ആന്റി മരിച്ചു പോകുന്നു ഞാൻ പറയല്ല. ഫേബെ ആന്റിയുടെ കാലം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അലേർട്ടായിരിക്കണം, അല്ലെ? ഇത് ആര് കൊണ്ടുപോകും? സ്തോത്രം. ഇത് ഞാൻ എബനേസർ പ്രയറിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ പ്രാർത്ഥനക്കാരായിട്ട് ദൈവം കണ്ടേക്കും, അല്ലെ? അമ്മമാരായിരിക്കും നമ്മളൊക്കെ ഇപ്പൊ എന്തോ ചെയ്യുക, ഇടിവിൽ നിൽക്കുക. നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആര് പ്രാർത്ഥിക്കും? സ്തോത്രം. ഈ ബാറ്റൺ കൈമാറാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചോ? ഇന്ന് ഇടിവ് നിൽക്കാൻ നമ്മളുണ്ട്. നമ്മുടെ കാലം കഴിയുമ്പോൾ ഇത് കൈമാറാൻ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റി? അതോ നമ്മളങ്ങ് സ്വർഗത്തിൽ പോയാൽ മതിയോ? നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ, നമ്മുടെ ശേഷവും അതൊന്ന് കൈമാറ്റം ചെയ്യാൻ ആരെയെങ്കിലും ഒക്കെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ലീഡർഷിപ്പിൽ. ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കാഞ്ഞതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിച്ച എന്റെ കൂടെ ചില വാക്യങ്ങൾ വായിച്ചു പറഞ്ഞ ഞാൻ തൊട്ട് ഭാഗങ്ങൾ പറഞ്ഞു പോവാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. സ്തോത്രം. പിന്നെ അവൻ തലമുറയൊക്കെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. 8-ാം വാക്യത്തിൽ യോശുവ മരിച്ചു. 10-ാം വാക്യത്തിൽ യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്തൊരു തലമുറ ഉണ്ടായി. നമ്മളും ഇന്നത്തെ തലമുറ ഓർത്തങ്ങ് വിഷമിക്കുക. വിഷമത്തിന്റെ പുറയിൽ ഇത്രയുള്ള ആൻറ്റിമാരെ. നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞപ്പോ എങ്ങനെ അറിഞ്ഞേ? ഒത്തിരി വില കൊടുത്തു. സ്തോത്രം. അനുഭവിച്ചറിഞ്ഞൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നേ, അല്ലേ? കർത്താവ് യഹോവയെ നന്നായി അറിഞ്ഞ നമ്മൾ വന്നേ. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും കണ്ടാ വന്നേ. മുട്ടയിലിരുന്ന ഓരോ കാര്യവും നേടിയത്. പക്ഷേ ഇന്ന് ഇങ്ങനെ ATM കാർഡ് അങ്ങോട്ട് ഇട്ടാൽ ഇങ്ങോട്ട് ATM കാർഡും വേണ്ടല്ലോ. ഇങ്ങനെ ഞെക്കിയ ഉടൻ സാധനം പോകുന്ന തലമുറയിൽ അവർക്ക് യഹോവയെ അറിയത്തില്ല, യഹോവ ചെയ്യുന്ന പ്രവൃത്തി അറിയത്തില്ല.
കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ദൈവദാസന്മാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ളവരോ പറ. ചില വിഷയങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ മുട്ടലിരുന്നിട്ടാ ഒരു നിസ്സാരമായ ഒരു 1000 രൂപയോ 100 രൂപയ്ക്ക് വേണ്ടി മുട്ട ഇരുന്നിട്ടുള്ളവരില്ലേ? ഞാൻ പറഞ്ഞു ഒന്ന് പോർക്ക, സെമിനാരി ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ റൂമിൽ താമസിച്ചിരുന്ന ഒരു ചേച്ചി ഒരു സോപ്പിന് വേണ്ടി 3 ആഴ്ച പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സോപ്പിന് വേണ്ടി. സ്തോത്രം. അങ്ങനെ ഒരു തലമുറയുടെ മക്കൾ വരുമ്പോ ദൈവം അവരെ മാനിച്ചു കഴിയുമ്പോ അവർക്ക് യഹോവയെ അറിയണമെന്നില്ലെന്നേ. അവരുടെ പെട്ടിയിൽ പിയേഴ്സിന്റെ 10 സോപ്പ് ഒന്നിച്ച് വാങ്ങിക്കണമെന്നുണ്ടെന്നേ. അവരെങ്ങനെ യഹോവയുടെ പ്രവർത്തികളെ അറിയും? പക്ഷെ ഈ ആന്റി അങ്ങനല്ല. എന്റെ കൂടെ ഇരുന്ന ചേച്ചി ഈ 3 ആഴ്ച എന്റെ റൂമിൽ താമസിച്ചിട്ടും എന്റെ കബോർഡിനകത്ത് അത്രയും സോപ്പ് ഉണ്ടായിട്ടും എന്റെ സോപ്പ് പുള്ളിക്കാരി എടുത്തില്ല. കാരണം വിശ്വാസത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ 10ാമത്തെ റൂമിൽ താമസിക്കുന്ന കർത്താവിന്റെ ദാസിക്ക് വെളിപ്പെട്ടു ഓമന ചേച്ചിക്ക് സോപ്പില്ലെന്ന്. സ്തോത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? പുള്ളിക്കാരിക്ക് ഒരു സോപ്പേ ഉള്ളൂ. പുള്ളിക്കാരി പകുതി മുറിച്ചോണ്ട് ഇവിടെ വന്നു. അപ്പൊ യഹോവയുടെ പ്രവൃത്തിയെ മനസ്സിലാക്കാതിരിക്കുന്നത് എങ്ങനാ? ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ, യഹോവയെയും അവന്റെ പ്രവൃത്തിയെയും അറിയാത്ത അടുത്തൊരു തലമുറ ഉണ്ടായിപ്പോയി. ഇന്ന് നമ്മൾ കാണുന്ന വഷളത്വം മുഴുവൻ അതുകൊണ്ടാ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അലേർട്ടായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ ഇട്ടുകൊടുക്കുക. അവർ അനുഭവിച്ചറിയട്ടെ, അവർ പഠിച്ചറിയട്ടെ. എല്ലാം ചോദിക്കുന്നതിന് മുമ്പ് കൊടുക്കാതെ മുട്ടയിരിക്കാൻ പഠിപ്പിക്കുക. ആന്റി പറഞ്ഞല്ലോ 3 മക്കൾ എനിക്കുണ്ടെന്ന്. ആ കൊച്ചുങ്ങളോട് ചോദിച്ചു നോക്ക്, മുട്ട എന്നുള്ളതല്ലാതെ വേറെ ഒന്നും കേട്ടിട്ടില്ല. ഇന്നും എന്തെങ്കിലും ചോദിച്ചാൽ പറയും മുട്ടയിരുന്നോളാൻ. ചോദിച്ചാൽ കൊടുക്കുന്ന സംഭവമില്ല. മുട്ടയിരുന്ന് പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഈ തലമുറ ദൈവത്തെ അറിയാതെ പോകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ അറിയാതെ പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. മതി. ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി ചില ജാതികളെ മുമ്പിൽ വെച്ചു. നോക്കിക്കേ, എന്തിനാ? 7 വിധ ജാതികൾ അവിടെ ഉണ്ട്. എന്താ കർത്താവരെ നീക്കിക്കളയാഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ വേഷമാ കൊടുത്തേ. എന്താ അത് നീക്കിക്കളയാഞ്ഞെന്ന് ചോദിച്ചേക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നേ. അവർക്ക് യുദ്ധം അറിയത്തില്ല. ആർക്ക്? ഇസ്രായേൽക്ക് യുദ്ധം അറിയത്തില്ല. അവര് 400 വർഷം ഇസ്രായേലിലായിരുന്നു. യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. കുമ്മായം കൊണ്ട് കട്ട ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. യുദ്ധം അഭ്യസിച്ചിട്ടില്ല. മനസ്സിലാകുന്നോ? അത് കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിലൂടെ വന്നു. അവരൊരു യുദ്ധവും ചെയ്തില്ല. യഹോവ തന്നെ യുദ്ധം ചെയ്തു. അവർക്ക് യുദ്ധം അറിയത്തില്ല. സ്തോത്രം. അവരുടെ തലമുറ യുദ്ധം കണ്ടിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ തലമുറയ്ക്ക് യുദ്ധം അറിയത്തില്ല. അവർ അഭ്യസിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ മുമ്പിൽ ജാതികളെ നീക്കിക്കളഞ്ഞില്ല. യുദ്ധം പഠിക്കാനാണ് ജാതികളെ അവരുടെ മുമ്പിൽ നിർത്തിയത്. ഞാൻ പ്രിയ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ മുമ്പിലും ഇത്രയും പ്രതികൂലങ്ങളൊക്കെ വന്നത്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെ യുദ്ധം പഠിപ്പിക്കാനായിരുന്നു. ചില ആന്റിമാരോട് ഞാൻ ചോദിക്കട്ടെ, ആശ ആന്റിയോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുമായിരുന്നോ? ഷേബ ആന്റിയോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു വിഷയം മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുമായിരുന്നോ? രാത്രികാലങ്ങൾ ഉണരാൻ പഠിക്കുമായിരുന്നോ? പോരാടാൻ പഠിക്കുമായിരുന്നോ? ഫേബ ആന്റി പറ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ യുദ്ധം പഠിപ്പിക്കാനല്ലേ ദൈവം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന വിഷയങ്ങളൊന്നും നമ്മളെ പരാജയപ്പെടുത്താനായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. ഞാനും നിങ്ങളും യുദ്ധം ചെയ്യാൻ പഠിക്കണം. യുദ്ധം ചെയ്യാതെ അക്കരെ കയറാൻ പറ്റത്തില്ല. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. അവനോട് പോരാടിയേ ജയിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് ദാസി പ്രാർത്ഥിച്ച പറഞ്ഞ പോലെ നമുക്കൊരു അവകാശം വെച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ട് രക്ഷിക്കപ്പെട്ട ദിവസം ഇങ്ങനെ തന്നിരുന്നെങ്കിൽ, ക്രൂശിലെ കള്ളനെ പോലെ കിട്ടിയിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. പക്ഷേ ഇത് വളരെ പോരാടി കിട്ടേണ്ട ഒരു സംഭവമാണ്. അതിന് നമുക്ക് വിഷയങ്ങൾ വെച്ച് തന്നു ഒന്നൊന്നായി. നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു, ഒത്തിരി കീറാമുട്ടികൾ വെച്ചു, ഒത്തിരി ജാതിക വ്യവസ്ഥകൾ വെച്ചു, ഒത്തിരി വിഷയങ്ങൾ കൊണ്ടുവന്നു. ദൈവത്തിന്റെ പദ്ധതി ഒന്നേ ഉള്ളായിരുന്നു, ഇവരെ യുദ്ധം പഠിപ്പിക്കണം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യുദ്ധം പഠിപ്പിക്കാൻ വെച്ച ജാതികളില് വായിച്ചോ, നിങ്ങൾ കേൾക്കാൻ തക്കണം. യുദ്ധം ചെയ്യാൻ
ആ, ദൈവം അവരുടെ അവരുടെ പുത്രന്മാരെ തങ്ങൾക്ക് പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. കർത്താവ് വെച്ച എന്തിനാ? യുദ്ധം പഠിക്കാൻ. ഇവരെന്താ ചെയ്തു? യുദ്ധം ചെയ്യാത്തതിനേക്കാൾ എളുപ്പമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് കല്യാണം കഴിച്ച് അവരുടെ ദൈവത്തെ സേവിച്ചു. അതുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു? ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായതോടെ ചെയ്തപ്പോൾ അതത് സമയങ്ങളിൽ ദൈവം അവരെ ശത്രുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഏത് ശത്രുവിന്റെ കയ്യിൽ? ഇവരുടെ കയ്യിൽ തന്നെ, ഈ ജാതികളുടെ കയ്യിൽ തന്നെ. 7 ജാതികളെ അടക്കി കനാൻ ദേശം അവർക്ക് വാഗ്ദത്തം ചെയ്ത് പാലും തേനും ഒഴുകും ദേശത്ത് കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ച് യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദേശത്ത് അവർ ജാതികളിലേക്ക് തിരിഞ്ഞപ്പോൾ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവരെ അനിഷ്ടമായത് ചെയ്തപ്പോൾ ജാതികളുടെ പക്കൽ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മൾ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ സ്ഥലത്ത് കാണുന്നത് മിദ്യാൻ എന്ന് പറഞ്ഞ ശക്തിയാണ്. 3-ാം വാക്യം വായിച്ചേ. 3-ാം വാക്യം. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. സ്തോത്രം. ഞാൻ ബാക്കി നിങ്ങൾ വായിച്ചോണം വേണ്ടി. ഇത് ഇന്ന് നിങ്ങൾ 6ഉം 7ഉം കുറെ നന്നായിട്ടൊന്ന് വായിക്കാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിക്കേ, വിതയ്ക്കുമ്പം മുതൽ വിളവെടുക്കുന്നിടം വരെ, സ്തോത്രം, മിദ്യാന്യർ ഇസ്രായേലിന്റെ നാശം വരുത്തും. ആടുമില്ല, മാടുമില്ല, സ്തോത്രം, ആഹാരമില്ല, വിളയില്ല, ഗോതമ്പില്ല, ഒന്നുമില്ല, എല്ലാം നശിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ പാർക്കേണ്ടവരൊക്കെ ഗുഹകളിൽ പോയി പാർക്കുകയാണ്. സ്തോത്രം. ഇതാണ് ഇസ്രായേലിന്റെ 7 വർഷത്തെ അനുഭവം. മനസ്സിലാവുന്നുണ്ടല്ലോ? 7 വർഷത്തെ അനുഭവം. ഇവിടെ വിളയെന്ന് പറയുന്നിടത്ത് ആമേൻ നിങ്ങൾ എന്തും ചേർത്തോ. ആമേൻ നമ്മുടെ ഏത് അവകാശവും എടുത്തോ. ഏത് അവകാശവും അവിടെ വെച്ചേക്കണം. തലമുറകളാണെ അത് വെച്ചേക്കണം. നമ്മുടെ ആരോഗ്യമാണെ അവിടെ വെച്ചേക്കണം. നമ്മുടെ സമ്പത്താണെ അത് വെച്ചേക്കണം. ആമേൻ നമ്മുടെ ആത്മീയ നിലവാരമാണെങ്കിൽ, നമ്മുടെ നിത്യജീവനാണെങ്കിൽ അത് വെച്ചേക്കണം. ആമേൻ സ്തോത്രം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ജാതികൾ നമ്മുടെ അവകാശങ്ങളാണ്. ആമേൻ സ്തോത്രം. നമുക്ക് തരാൻ പോകുന്ന ആത്മാക്കൾ നമ്മുടെ അവകാശമാണ്. അങ്ങനെ ഏതും നിങ്ങൾ അതിനകത്ത് ലിസ്റ്റിൽ എഴുതിക്കോണം. ഇവിടെ വിള മുതൽ ആമേൻ വിധ വരെ ഉള്ള ആമേൻ എഴുതിയിരിക്കുന്ന ആടോ മാടോ ആഹാരമോ എന്നൊക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് 7 വർഷക്കാലം മിദ്യാന്യർ നിമിത്തം സ്തോത്രം ഇസ്രായേൽ മക്കൾ വളരെ കഷ്ടപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, അവരിങ്ങോട്ട് വരുന്നത് വെട്ടുക്കിളിയെ പോലാണെന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ ഒട്ടകങ്ങൾ അസംഖ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സമൂഹം വന്നിട്ട് വിള നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതാണ് ഇസ്രായേലിന്റെ അന്നത്തെ അവസ്ഥ. ഈ സമയത്ത് ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ വിട്ടുപോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഉണർത്തുന്നതാണ് അടുത്തൊരു പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫും കഴിഞ്ഞിട്ട് 11-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ഓടി വന്നേ. 11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്നു യോശുവാവിന്റെ കരുവേലകത്തിൽ കീഴെ ഇരുന്നു. അവരുടെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരിയെ മെതിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു മനുഷ്യൻ മതി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായിട്ട് തൊട്ടുതൊട്ട് ഞാൻ പറയുമ്പോൾ അങ്ങ് വായിച്ചു പോയാൽ മതി. ഈ സമയത്ത് ഒരു മനുഷ്യൻ നോക്കിയ 7 വർഷക്കാലത്തെ ഈ അനുഭവത്തിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ തന്റെ ഗോതമ്പ് ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അങ്ങനെ എഴുതിക്കുന്ന കയ്യിൽ പെടാതിരിക്കേണ്ടെന്ന് എഴുതിയേക്കുന്നിടത്ത് ഹൈഡ് ഹിംസെൽഫ് എന്ന് എഴുതിക്കുന്നത്. അവൻ അത് അവന്റെ ആ ഒരു വിളവ് മറച്ചു വെച്ചിട്ട് എവിടെ കൊണ്ട് അവന്റെ ബുദ്ധി നോക്കിക്കേ, മുന്തിരിച്ചക്കിന്റെ അവിടെ അവൻ മെതിക്കുന്നേ. അപ്പൊ അന്ന് മുന്തിരിങ്ങയുടെ കാലമല്ല. അപ്പൊ ശത്രു അങ്ങോട്ട് വരത്തില്ലെന്ന് അവന് മനസ്സിലായി. അവൻ ചെയ്ത ട്രിക്ക് കണ്ടോ? അന്നേരം മുന്തിരിങ്ങയുടെ സമയമല്ല. അപ്പൊ അങ്ങോട്ട് പിശാച് വരത്തില്ല, ശത്രു അങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കൊയ്ത് അവിടെ കൊണ്ടുപോയിട്ട് മെതിക്കുക ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ശത്രുവിന്റെ കയ്യിൽ പെടാതെ ഒരു മനുഷ്യൻ ഈ പ്രവൃത്തി ചെയ്യുന്ന കണ്ടപ്പം അവൻ വിതച്ചപ്പം മുതൽ നമ്മൾ മേളി വായിച്ചെന്തോ, വിതയ്ക്കുമ്പം മുതൽ വിളവെടുക്കുന്നിടം വരെ ശത്രു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നോക്കിയ ഇവൻ വിതച്ചപ്പം മുതൽ വിളവെടുത്തടം വരെ, സ്തോത്രം, ഇവന്റെ ഗോതമ്പ് ശത്രു കൊണ്ടുപോയില്ല. എന്നോട് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, എത്ര മാസം എടുത്തു കാണും ഒരു ഗോതമ്പ് പാകമാകാൻ? ഇച്ചിരിയെങ്കിലും അങ്ങ് സിംഗപ്പൂരിലുള്ളവരൊന്നും പറയണ്ട, അവിടെ എനിക്ക് അറിയത്തില്ല അവിടുത്തെ സംഭവം ഒന്നും. ഈ കേരളത്തിൽ ആ കുട്ടനാടോ ആ ഏരിയയിലുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് പറ. എത്ര മാസം കാണും ഒരു നെല്ലും ഗോതമ്പും ഒക്കെ പുറത്തു വരാൻ? നോർത്ത് ഇന്ത്യയിലൊക്കെ എളുപ്പം പറയാമെങ്കിൽ സമയം പോകത്തില്ല.
ആർക്കെങ്കിലും പറയാവോ? 6 മാസം. 7 മാസം മുതൽ 8 മാസം വരെയാണ് ഗോതമ്പിന്റെ വിളവെടുപ്പ്. നോക്കിക്കേ, ഒരു മനുഷ്യൻ 8 മാസം ഉറങ്ങിയിട്ടില്ല. ഒരു മനുഷ്യൻ 7 മാസം മുതൽ 8 മാസം വരെ ഉറങ്ങിയിട്ടില്ല. വിതച്ചേച്ച് അവന് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അവന്റെ ഗോതമ്പ് ശത്രുവിന്റെ കയ്യിൽ പെടാതെ അവൻ അലേർട്ടായിരുന്നു. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയാ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ കാണുന്ന പ്രതിസന്ധികൾ, വിഷയങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ വിഷയങ്ങളും നിങ്ങൾ എഴുതിക്കോ, നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ എഴുതിക്കോ. ഇതൊക്കെ ശത്രു കാണാതെ അവൻ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ആമൻ ഉറക്കമൊക്കെ പോയേ പറ്റത്തുള്ളൂ. കംഫർട്ട് സോണൊക്കെ പോയേ പറ്റത്തുള്ളൂ. വീട്ടിൽ നിന്ന് ആമേ സ്തോത്രം, വീട്ടിലെ ഫുഡ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ പറഞ്ഞു വീട്ടിലെ കട്ടിലെ കിടക്കത്തുള്ളൂ പറയാൻ പറ്റത്തില്ല. അവൻ 7-8 മാസമായിട്ട് അവന്റെ കൊയ്ത്തു നിലത്ത് കിടക്കുക, അവന്റെ വിളനിലത്ത് കിടക്കുക, മുന്തിരിച്ചക്കിനടുത്ത് കിടക്കുക അവൻ. എന്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങളൊക്കെ ശത്രു കൊണ്ടുപോയി? ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്തെ കുഞ്ഞുങ്ങളെ ശത്രു എന്തുകൊണ്ട് കൊണ്ടുപോയി? നമ്മുടെ വിളകൾ പലതും ശത്രു എന്തുകൊണ്ട് കൊണ്ടുപോയി? ഇതുപോലെ ജാഗ്രതയോടെ ആയിരിക്കാനുള്ളവർ ഇല്ലാതായിപ്പോയി. ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ പണ്ടൊക്കെ കുറെ അമ്മച്ചിമാരുണ്ടായിരുന്നു. ഇന്ന് ആരും ഇല്ലാതായിപ്പോയി. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠവും മാന്യതുമൊക്കെ ശത്രു എടുത്തോണ്ട് പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സമയത്താണ് അവനത് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ, കഴിഞ്ഞ ആമേൻ സ്തോത്രം, സ്തോത്രം, 7 മാസം 8 മാസമായി കാത്തിരുന്ന വിളവെടുപ്പിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് ഇവനത് അവൻ മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് അവനെ ഒരു വിളി വിളിച്ച്, എന്തുവാ? അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഓക്കെ, സത്യത്തിൽ ആ പുള്ളി പരാക്രമശാലിയാണോ നിങ്ങൾ പറ? നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ മഹാപേടിത്തണ്ടൻ. ഈ നിങ്ങൾ 6ഉം 7ഉം വായിച്ചിട്ട് ഇന്ന് നോക്കണം എത്ര പ്രാവശ്യം പേടിയും തന്നെ ചെയ്തിട്ടുണ്ടെന്ന്. അവൻ പേടിച്ചു. നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ ബാല്യക്കാരൻ പൂരെ വിളിച്ചോണം. അവൻ പേടിച്ചിട്ട് ഭയവും ഭീരുത്വമുള്ള അവൻ വിട്ടുപോകട്ടെ. അവൻ പേടിച്ചിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യം രാത്രി ചെയ്തു. നോക്കിക്കേ, ഇത് തന്നെ അവൻ കൊയ്തോണ്ട് പോയി അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചത് പേടി കൊണ്ട. അപ്പൊ സത്യത്തിൽ ഒരു പേടിത്തണ്ടൻ എന്ന് പറയാവുന്ന ആളിനെ കർത്താവ് വന്ന് വിളിച്ചു, പരാക്രമശാലിയെ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ദാസിമാരെ, നമ്മൾക്കൊക്കെ സമൂഹം ഇട്ടേക്കുന്ന, അല്ലെ നമ്മളൊക്കെ മാനുഷികമായി നോക്കിയ ബലഹീനരൊക്കെ ആണെന്നേ, നമുക്ക് പേടിയുണ്ടെന്നേ, നമുക്ക് ഭയമുണ്ടെന്നേ, നമ്മൾ ഒത്തിരി വലിയ സംഭവമൊന്നും അല്ലെന്നേ. സ്തോത്രം, സ്തോത്രം. ആ ഒരു വാക്കല്ലേ ഉപയോഗിക്കുന്നത്, നമ്മൾ വലിയ സംഭവമൊന്നും അല്ലെന്നേ. പക്ഷേ ഞാനും നിങ്ങളും ആമേ കർത്താവ് എന്ന അവകാശത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, എന്നെയും നിങ്ങളെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്. ആമേ സ്തോത്രം, സ്തോത്രം. പരാക്രമശാലിയെ, മൈറ്റി വാലുവർ, ആമേ സ്തോത്രം, ഒരു വാലിയന്റ്, ആമൻ എന്നൊക്കെ പേരിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ഒത്തിരി സംഭവം ഒന്നും ചെയ്യണ്ട. ഉള്ളിന്റെ ഉള്ളില് എന്റേത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ വചനം എന്നെ ദൈവം വെളിപ്പെടുത്തുന്നപ്പോ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം. സ്തോത്രം. അപ്പുറത്തെ മോളിയുടെ, അപ്പുറത്തെ ജോളിയുടെ ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി കാണുമെന്നേ. കൊണ്ടുപോയ ചരിത്രങ്ങളൊക്കെ ആൾക്കാർ വന്നു, അയ്യോ അവിടുത്തെ ജോളിയുടെ തന്നെ കൊണ്ടുപോയി, അവിടുത്തെ മോളിയുടെ തന്നെ കൊണ്ടുപോയി. പേര് ജോളി മോളി ഉണ്ടെങ്കിൽ പേടിക്കല്ല, ഞാൻ വായിൽ വന്ന റൈമിംഗ് വേർഡ്സ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പുറത്തെ ജോളിയുടെ അപ്പുറത്തെ മോളിയുടെ ശത്രു കൊണ്ടുപോയെന്ന് പറഞ്ഞ് എന്റേത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അപ്പുറത്തേനെ ഇപ്പുറത്തേനെ ശത്രു കൊണ്ടുപോയെന്ന് പറഞ്ഞ്, അല്ലെ അവരും ഇവരും ഒക്കെ പല രോഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട്, അവിടുത്തെ അമ്മാമ അത് കൊണ്ടുപോയി, ഇവിടുത്തെ അമ്മാമ ഈ രോഗം കൊണ്ടുപോയി, പക്ഷെ എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ, ഈ രോഗം എന്റെ ശരീരം കൊണ്ടുപോയി ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പുറത്തെ പിള്ളേരെ ശത്രു പിടിച്ചോണ്ട് പോയി, അത് അങ്ങോട്ട് കൊണ്ടുപോയി, അത് മുസ്ലിമിലേക്ക് പോയി, അത് ഹിന്ദുവിലേക്ക് പോയി, അവിടെ പോയി ഇവിടെ പോയി. ചരിത്രങ്ങളും ഒക്കെ പലരും പറഞ്ഞോട്ടോ. സ്തോത്രം. ഇടിവ് നിൽക്കേണ്ടവർ ഇടിവ് നിന്നോ. പക്ഷേ കർത്താവിനോട് പറയണം, ശത്രുവിനോട് പറയണം, എന്റെ അവകാശത്തെ ശത്രുവിന് ഞാൻ വിട്ടുതരത്തില്ല. മക്കളെ യഹോവ തരുന്ന അവകാശമാ, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാ. എനിക്കുള്ളതിനെ ശത്രുടേരകൾ ഞാൻ വിട്ടുതരത്തില്ല. പല ദൈവമക്കളും രാപകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടാൻ നേരമാകുമ്പം ശമ്പളമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെട്ട് വീടിനെ ഓർത്ത് അധ്വാനിക്കുന്ന പലയിടത്തും മക്കളുടെ ശമ്പളം വരുന്നില്ല. സ്തോത്രം, സ്തോത്രം. ശത്രു കൊണ്ടുപോകുകയാ.
അവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പല നന്മകളും അനുഭവിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ പല അനുഗ്രഹങ്ങളും ആരോഗ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രായം വളരെ ചെറുതാ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അനാരോഗ്യം വ്യാപരിക്കുക, ഉപവസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചില മണ്ഡലങ്ങളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, അവിടുത്തേനെയും ഇവിടുത്തേനെയും കൊണ്ടുപോയ ചരിത്രം നിന്റെ മുമ്പിൽ ആര് പറഞ്ഞാലും എന്റെതിനെ വിട്ടുതരത്തില്ലെന്ന്. ഗിദെയോനെ പോലെ നിനക്കൊരാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക. ആമേൻ, സ്തോത്രം, സ്തോത്രം. നിന്നെ വിളിക്കുന്ന പേരാ പരാക്രമശാലിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നിന്നോട് കൂടുണ്ട്, യഹോവ നിന്നോട് കൂടുണ്ട്. അപ്പം പുള്ളി ചോദിച്ചു, കർത്താവ് കൂടുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ പറ്റുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചോദിച്ചോന്നേ. ചിലപ്പം വിഷമം വരുമ്പം ചോദിക്കാന്നേ. ചോദിച്ചാൽ കർത്താവ് അടിക്കത്തൊന്നുമില്ല. കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യരുന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും. ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ടാന്നേ. എനിക്ക് നിങ്ങൾക്കും അറിയണമെങ്കിൽ കർത്താവിനോട് ചോദിക്കാമെന്നേ. ചോദിച്ചാൽ ഒരു സങ്കടം ദേഷ്യപ്പെടത്തില്ലെന്നേ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, അവൻ സ്തോത്രം അല്ലല്ലോ, പപ്പായോടും മമ്മിയോടും ചോദിക്കാൻ പറ്റില്ല, ചില ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ച ഉടനെ അവൻ ദേഷ്യം പിടിക്കും. പക്ഷെ എന്റെ കർത്താവിന്റെ അടുക്ക് വന്ന് എന്തോ ചോദിച്ചാലും ആൻസർ പറഞ്ഞു തരും, അല്ലേ? നിങ്ങൾ വേദപുസ്തകം മുഴുവൻ വായിച്ചു നോക്കിയേ. കർത്താവിന്റെ അടുക്ക ചോദ്യം കൊണ്ട് വന്ന് എല്ലാ പുള്ളിക്കും ആൻസർ കൊടുത്തു. ചുട്ട മറുപടി കൊടുക്കണത് ചുട്ട മറുപടി, സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് സോഫ്റ്റ് ആയിട്ട്, തലോടേണ്ട തലായിട്ട്. അങ്ങനെ നമ്മുടെ കർത്താവിനെ നോക്കി ഇവിടെ ചോദിച്ചു, കർത്താവ് കൂടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നവൻ ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു, സ്തോത്രം, ആമേൻ, നിന്നെ ഞാൻ ഈ മിദ്യാനിനെ വിടുവിക്കാൻ വേണ്ടി ഉപയോഗിക്കും. സ്തോത്രം, നിന്നെ ഞാൻ ഈ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഞാനും നിങ്ങളൊക്കെ നമ്മുടേതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, കോഴി അടകേറി ഇരിക്കുന്നത് പോലെ. സ്തോത്ര, അല്പത്തിൽ വിശ്വസ്തരെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ പറയാ ചില അധികത്തിലേക്ക് വിചാരകന്മാരാക്കാൻ പോകുക. സ്തോത്രം, സ്തോത്രം. അവൻ അവന്റെ അവകാശം മാത്രമേ ചിന്തിച്ചുള്ളൂ. അവനൊരു സ്വാർത്ഥനാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അവന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ അവന്റേതിനെ മാത്രം സൂക്ഷിച്ചു. പക്ഷെ അവന്റേതിന്റെ മേൽ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പ് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി. ഇവന്റെ ആ ആത്മാർത്ഥത കണ്ടപ്പോൾ, ഇവന്റെ ആത്മഭാരം കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിന് മനസ്സിലായി, ഇവനെ കൊള്ളാം, ഇസ്രായേലിനെ മുഴുവൻ വിടുവിക്കാൻ. കഴിഞ്ഞ 7 വർഷമായി ആമേൻ ഓരോ കുടുംബത്തിലെ നന്മകളെ മുടക്കിയ മിദ്യാനിനെ നശിപ്പിക്കാൻ ഇവനെ കൊള്ളാമെന്ന് കർത്താവിന് തോന്നി. എന്നിട്ട് ആ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, അപ്പോൾ യഹോവ അവനെ നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാനിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടത്. നോക്കി, കർത്താവ് ഒന്ന് നോക്കിയാൽ, കർത്താവ് ഒന്ന് നോക്കിയാൽ. സ്തോത്രം, ഞാനിപ്പോ നിങ്ങളോട് പറയാ, നിങ്ങൾ അടുക്ക വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ച് വിഷമിച്ച്, സ്തോത്രം, ആ മുഴുവൻ നിരാശയും ഭാരവും ആ വിഷമവും കലിയും എല്ലാം കൂടെ മനസ്സിലിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ദൂതൻ വന്ന്, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ദൂത് പറഞ്ഞപ്പം അവന്റെ ആ മുഖത്തിന്റെ സംഭവം കണ്ടിട്ട് അവനെ എവിടോട്ടാ കർത്താവ് നോക്കിയേ? അവന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കി. മനുഷ്യരൊക്കെ മുഖത്ത് നോക്കി വിധിക്കുമനെ, മനുഷ്യരൊക്കെ മുഖത്ത് നോക്കി വിധിക്കുമനെ, പക്ഷെ അപ്പൻ ഹൃദയത്തിലേക്ക് നോക്കി. കർത്താവ് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഇവന്റെ പേടി മാറിയിട്ട് അവനൊരു ബലമുണ്ടായി മനസ്സിനകത്ത്. ഇന്ന് വൈകാലം പരിശുദ്ധാത്മ പറയുക, ഞാനും നിങ്ങളും അഭിമുഖീകരിച്ച ഒത്തിരി വിഷയത്തിന് മുമ്പിൽ എന്റെ കർത്താവിന്റെ ഒരു നോട്ടം, എന്റെ കർത്താവിന്റെ ഒരു വചനം, ഒരു പാട്ടിന്റെ വരിയൊക്കെ നിന്റെ ഹൃദയത്തിൽ ബലം വ്യാപരിക്കുന്നതിന് കർത്താവ് പറഞ്ഞു, നീ ഈ ബലത്തോടങ്ങ് പൊയ്ക്കോ കുഞ്ഞെ, ഈ വാക്യം പിടിച്ചങ്ങ് പൊക്കോ കുഞ്ഞെ, ഈ വാക്യം പിടിച്ചോണ്ട് പൊക്കോ കുഞ്ഞെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ദൈവം അവന് കർത്താവിനോട് ചോദിച്ചു, എന്നാ ഒരു കാര്യം ചെയ്, നീ ആണെന്നുള്ളതിന്റെ അടയാളം തരാമോ? സ്തോത്രം, നീ ആണെന്നുള്ള അവൻ പറയുന്നുണ്ട്, എന്റെ കുലം മനുഷ്യയിൽ ചെറുതാ എന്നൊക്കെ പറഞ്ഞിട്ടപ്പം, അല്ല സ്തോത്രം, നീ വിടുവിക്കും, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാന്റെ വിടുവിക്കുന്നൊക്കെ പറഞ്ഞപ്പോ, എന്നാ നീ ആ ദൈവമാണെങ്കിൽ, അല്ലെ ദൂതനാണെങ്കിൽ ഇവിടെ ഇരിക്കെ, ഞാൻ സ്തോത്രം എനിക്കൊരു അടയാളം തറന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ദൂതനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് അപ്പോട്ട് എന്റെ കൂടെ പറഞ്ഞു, എല്ലാം വായിക്കാൻ സമയത്ത് 18 വാക്യങ്ങൾ, ആമേൻ, നീ പോകരുതേ, ആമേൻ, സ്തോത്രം, ഞാൻ പോയിട്ട് ഇവിടെ ഞാൻ പോയി ആ ഒരു വാക്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് വായിച്ചോ. 18-ാം വാക്യം വായിച്ചു, 19-ാം വാക്യം വായിച്ചു. എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളി ചെയ്തു. അടുത്ത വാക്യം കൂടെ. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുറ്റിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി
മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കൈവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വെച്ചു. വായിച്ച കർത്താവിന്റെ ദാസി തന്നെ പറ. 1 കിലോ ഇറച്ചി വേവിക്കണമെങ്കിൽ ചന്തയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്ന് 1 കിലോ ഇറച്ചി വേവിക്കണം, എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആരെങ്കിലും രാവിലെ വേവിച്ചോരോ, വേവിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് വേവിക്കാൻ ഇരിക്കുന്നവരോ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വരുമ്പോ 1 കിലോ വാങ്ങിച്ച് കറി വെക്കുമ്പോ എത്ര സമയം എടുക്കും നിങ്ങൾ പറയണം. നുറുക്കി കിട്ടിയതാണ്. 1.5 മണിക്കൂർ വേണം. നുറുക്കി കിട്ടിയത് കേട്ടോ, നുറുക്കി കിട്ടിയത്. സ്തോത്രം. പിന്നെ നുറുക്കാനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ. ഇവിടെ ആട്ടിൻകുട്ടിയെ പിടിച്ചോണ്ട് പോയി കൊന്ന് അതിനെ കഷ്ണമാക്കി കറിയാക്കി ചാറും കൂട്ടി പിന്നെ 1 പറ മാവിന്റെ വടയും ഉണ്ടാക്കുന്നിടം വരെ ദൂതൻ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നോ? എത്ര മണിക്കൂർ എടുത്തോളം നിങ്ങൾ ഞങ്ങൾ അസ്യൂം ചെയ്തിട്ട് പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കത്തില്ല, ഓരോരുത്തരും ഓരോക്കെ സമയമായിരിക്കും. ഞാൻ ദൈവമക്കളോട് പറയാം, ദൂതൻ നിൽക്കുമെന്നേ. എനിക്കും നിനക്കും വേണ്ടിയൊക്കെ ദൂതന് 3, 4, 5 ജോലിയില്ലാത്ത ദൂതനൊന്നുമല്ല. സ്തോത്രം. എനിക്കും നിനക്കും വേണ്ടി ചിലയിടത്തൊക്കെ ദൂതൻ നിൽക്കുമെന്നേ. എനിക്കും നിനക്കും കൺഫർമേഷൻ തരാൻ വേണ്ടി, എന്നെ നിന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി, അടുത്തൊരു ലെവലിലേക്ക് എന്നെ നിന്നെ മാറ്റാൻ വേണ്ടി, അടുത്തൊരു മിനിസ്ട്രിയിലേക്ക് എന്നെ നിന്നെ മാറ്റാൻ വേണ്ടി ദൂതന് 4, 5 മണിക്കൂർ നിൽക്കാനൊന്നൊരു ബുദ്ധിമുട്ടില്ലെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങളൊന്ന് നോക്കിക്കുക, ആ ദൂതൻ വന്നതും ഇരുന്നതും ടൈം ചെലവ് ചെയ്തതും ഇവൻ കടന്നു വരുന്നതിന് വരെ ഇരുന്നതും അവന് വെളിപ്പെടുത്തി കൊടുത്ത ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്തേ. എന്റെ നിങ്ങളുടെ കഷ്ടത സമയത്ത് കർത്താവ് നിന്നെ വിട്ടച്ചു പോയോ? മണിക്കൂറുകൾ എന്റെ നിന്റെ കട്ടിൽ ഇരുന്നില്ലേ? എന്റെ നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ദൈവം ഇരുന്നില്ലേ? സ്തോത്രം. അവന് കൺഫർമേഷൻ കൊടുത്തു. ആമേൻ. സ്തോത്രം. ഞാനാ നിന്നെ അയക്കുന്നെന്നും എന്റെ ശബ്ദമാണിതെന്നും നിന്നെ അടുത്തൊരു ലെവലിലേക്ക് ഞാൻ മാറ്റാൻ പോവാന്ന്, നിന്റെ മിനിസ്ട്രിയുടെ ലെവൽ മാറാൻ പോവുകയാണെന്നും, നീ അടുത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാ ഗൈഡൻസും തരാൻ എനിക്ക് കഴിയുമെന്ന് വെളിപ്പെടുത്തി അവന്റെ സ്തോത്രം ആ വഴിപാടിനെ ആമേൻ സ്തോത്രം തീ കത്തി അത് ദഹിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ മറഞ്ഞു. അന്നേരം അവനോർത്ത്, അയ്യോ ഞാൻ ദൂതനെ കണ്ടുപോയി. എന്നെ വളരെ ആശ്വസിപ്പിച്ച വചനമായത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തത്. സ്തോത്രം. ദൂതൻ ഇറങ്ങേണ്ടടുത്ത് ദൂതൻ ഇറങ്ങും. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങേണ്ട സമയത്ത് തലേ രാത്രിയിൽ ദൂതൻ ഇറങ്ങി. നിന്റെയും എന്റെയും ജീവിതത്തിലെ ക്രിട്ടിക്കലായുള്ള സ്റ്റേജുകളിൽ, മുമ്പോട്ട് ഇനി പോകാൻ പറ്റുന്ന സമയങ്ങളിൽ, അവൻ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന് ദൂതനെ ഇറക്കാൻ കഴിയും കേട്ടോ. ദൂതനെ ഇറക്കുക മാത്രമല്ല, എത്ര നേരം നിർത്താനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് അവിടെ ദൈവം പറഞ്ഞ വാക്കാണ്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. 3 വാക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്തിരിക്കും ചിലരോട് പറയാ. നിനക്ക് സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് ഈ ഡിവൈസിൽ സ്തോത്രം ഏകദേശം 81 പേരുടെ ഡിവൈസ് ഞാൻ കാണുക. സ്തോത്രം. സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് ഡിവൈസിൽ കയറിയെങ്കിൽ പരിശുദ്ധാത്മാ പറയാ, നിനക്ക് സമാധാനം. 2, നീ ഭയപ്പെടേണ്ട. 3, നീ മരിക്കയില്ല. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ നിങ്ങൾ ഇത് താഴോട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വായിച്ചു നോക്കിക്കേ. ഈ സ്തോത്രം 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 30-ാമത്തെ വാക്യം. ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാം. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം. അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനകത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, അവൻ മരിക്കണം. നാട്ടുകാർ പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോ? നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു അവൻ മരിക്കണം. ദൈവത്തിന് ദൂതൻ പറഞ്ഞു, ഓ നിങ്ങൾ എന്റെ കൂടെ വാ, നീ മരിക്കത്തില്ലെന്നോ. നാട്ടുകാർ പറഞ്ഞു നീ മരിക്കണമെന്ന്. ദൈവം പറഞ്ഞു മരിക്കത്തില്ലെന്ന്. അപ്പൊ ആര് പറഞ്ഞാ വിശ്വസിക്കണ്ടേ? നാട്ടുകാരെല്ലാം കൂടെ മരിക്കണം എന്ന് പറഞ്ഞ് കല്ലും കൊണ്ട് വന്നെന്ന് വിചാരിച്ചോ, കമ്പും കൊണ്ട് വന്നെന്ന് വിചാരിച്ചോ? ആമേൻ. സ്തോത്രം. തലേ രാത്രി ദൂത് കിട്ടിയാൻ അവിടെ നിൽക്കുന്ന നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരുടെയൊക്കെ ദൈവാത്മാ പറയാ, കർത്താവ് വ്യക്തമായ ദൂതുകൾ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് സ്തോത്രം ദൂതൊക്കെ അങ്ങ് മറന്നുപോയോ? ആരെങ്കിലും മരിക്കണമെന്നും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം അതങ്ങ് മറക്കുവാണോ നിങ്ങൾ ചെയ്യുന്നത്? സ്തോത്രം. ഞാന് എന്റെ ജീവിതാനുഭവത്തോടൊരു കാര്യം പറയാം. സ്തോത്രം.
ഈ രണ്ട് സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നൊരു അനുഭവം ഞാൻ പറയാം. വേഗത്തിൽ പറയാം, വലിയൊരു സംഭവമാണെങ്കിൽ വേഗത്തിൽ പറയാം. സ്തോത്രം. ഒരിക്കൽ ഈ 2021 പെട്ടെന്ന് എനിക്ക് ശരീരത്തിനൊരു പ്രയാസം ഉണ്ടായി. സാധാരണ നോർമലായി സഹോദരിമാരായിട്ട് തുറന്നു പറയാമല്ലോ, ബ്ലീഡിങ്ങിന്റെ അസ്വസ്ഥ ഉണ്ടായി. അപ്പൊ എനിക്കൊരു 48 വയസ്സ് കഴിഞ്ഞു. എല്ലാവരും മെനോപൗസ് ആണെന്ന് ചിന്തിക്കാം സ്വാഭാവികമായിട്ട്. പക്ഷെ എന്റെ ലൈഫിൽ ഒരിക്കലും അബ്നോർമലായിട്ടൊന്നും വന്നിട്ടില്ല. ആ സമയം മുതൽ അബ്നോർമലായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം എന്റെ ശരീരത്തിൽ കണ്ടു. അപ്പം സാധാരണയാണല്ലോ എന്ന് വിചാരിച്ച് വിട്ടു. പക്ഷെ ഇതിങ്ങനെ ക്രിട്ടിക്കലായിട്ട് വന്നു, മാസങ്ങൾ നീണ്ടു നിന്നു, എനിക്ക് കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തായി. അങ്ങനെ എനിക്ക് ഒരു വിധത്തിലും ഇതിനെ ഉൾക്കൊള്ളാൻ വയ്യാത്ത വിധത്തിൽ ഇത് വേഴ്സായി പോയി ആ സംഭവം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കസാറിൽ ഇരുന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുതിന്നു വാരും. സ്തോത്രം. അത്ര ബ്ലീഡിങ് ആയി. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ചത്തു പോകുമോ? ഇങ്ങനെ ചോദിച്ചു. കൊണ്ടുപോകുമോ? ഈ സാധനം എന്നെ കൊണ്ടുപോകുമോ? ഇങ്ങനെ തന്നെ ചോദിച്ചേ. കർത്താവേ പോക്കാന്നോ, കൊണ്ടുപോകുമോ? പെട്ടെന്നൊരു ദൈവശബ്ദം ഞാൻ കേട്ടു. സ്തോത്രം. ഉഷ്ണം തട്ടിയാലും അതിന്റെ ഇല വാടുകയില്ല. ഇഷ്ണം തട്ടിയാലും അതിന്റെ ഇല വാടുകയില്ല. ഇത് ആരോടേലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ആരോടേലും പറഞ്ഞാലും അവര് പറയും മെനോപൗസ് ആയിരിക്കും. എത്ര വയസ്സായി? ആദ്യം ചോദിക്കുന്നത് എത്ര വയസ്സായി? സ്തോത്രം. അപ്പം ഇതിനെ അങ്ങ് ആ കാറ്റഗറിയിലേക്ക് അങ്ങ് കൊണ്ടുപോവാ. അതിനെ ആ കാറ്റഗറിയിലോട്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഒന്നും തോന്നത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് നിൽക്കും അല്ലേ, ചാകുമെന്നൊന്നും ആക്കുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ പോക്കാന്ന്. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇത്രയും ബ്ലഡ് ഒന്നും പോകാൻ പാടില്ല. ഇത്രയും ബ്ലഡേ ഉള്ളെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിങ്ങനെ പോയപ്പോ ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ ചത്തുപോകും? അപ്പൊ കർത്താവിനോട് പറഞ്ഞ വചനം ഇതാ. ഞാൻ പിറ്റേ ദിവസം രാവിലെ, ഒരു ശനിയാഴ്ച രാത്രി ദൈവം എന്നോട് പറയുന്നത്, പിറ്റേ ദിവസം രാവിലെ സഭായോഗമാണ്. സഭായോഗത്തിന് ഒരുങ്ങി വന്നിരുന്നെങ്കിലും ഇരിക്കാൻ വയ്യ, ഭയങ്കര ബ്ലീഡിങ്. ഞാൻ പോയി അകത്തെ മുറി കിടന്നപ്പോ അന്നൊരു സഹോദരൻ സഭയിലുണ്ട്. ആ സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പാട്ടിന്റെ വരികൾ പാടിച്ച് ഇൻട്രഡക്ഷൻ ഒന്നും പറയാതെ ഒരു വേദഭാഗം വായിക്കാന്ന് പറഞ്ഞിട്ട് നേരെ വായിച്ചത് യെരമ്യാവ് 17:7. അതിനകത്തൊന്ന് വായിച്ചേച്ച് പറഞ്ഞു, ഉഷ്ണം തട്ടിയാലും അതിന്റെ ഇല വാടുകയില്ല. സ്തോത്ര. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഞാൻ വിശ്വസിച്ചു, ഞാൻ മരിക്കയില്ല 100%. പക്ഷെ എന്റെ രോഗത്തിന് മാറ്റം വന്നില്ല, കൂടിപ്പോയി. അവസാനം നേഴ്സുമാരും മെഡിക്കൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അത് HB 4-5 എന്റെ ശരീരം മാറി. എനിക്ക് നടക്കാൻ വയ്യാതായി, വളരെ വേഴ്സായി പോയി. ആ HB കുറഞ്ഞത് മാത്രമല്ല, എനിക്ക് ഇവിടെ നിന്ന് ഒരു പെയിൻ വന്നാൽ എന്റെ കാലും വയറും മുഴുവൻ വേദന എടുക്കും. 2 മണിക്കൂറോളം ഞാൻ വേദന കൊണ്ട് കുത്തിമറി. അത് കഴിഞ്ഞ് എനിക്കൊരു ആശ്വാസം വരും. ഒന്ന് ഞാൻ മയങ്ങും. അത് കഴിയും പിന്നെ എനിക്ക് വേദന തുടങ്ങും. അങ്ങനെ സഹിക്കാൻ വയ്യാത്തൊരു മണ്ഡലത്തിലേക്ക് അത് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പപ്പ അവസാനം വന്ന പാഴ്സനേജിൽ എന്നെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു, പപ്പയുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കുക, നോക്കുക. എനിക്ക് അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല, എന്റെ അപ്പൻ മാത്രമേ ഉള്ളൂ. സ്തോത്ര. പപ്പായെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. സ്തോത്രം. എന്നെ പപ്പ നോക്കുകയാ. പക്ഷെ എനിക്ക് എന്റെ ശരീരം വളരെ മോശമായി പോയി. അവസാനത്തെ 4 ദിവസം എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യാതെ, ഞാൻ വെള്ളം പോലും കുടിച്ചാൽ വേദന എടുക്കും, ഞാൻ ഉരുളു. ജീവൻ കിടക്കാൻ വേണ്ടി ഞാൻ ഈ വേദന സഹിച്ച് അല്പം കഞ്ഞിവെള്ളമോ പൊടിയരിക്കഞ്ഞിയുടെ വെള്ളമോ കുടിക്കും. അങ്ങനെ മാത്രം ഞാൻ കിടക്ക. എന്റെ പിതാവ് നെഞ്ച് തിരുമി, കർത്താവേ എന്റെ ഒന്നിനെ ഞാൻ കണ്ണു തിരുമി അടച്ചു, ഇനി അടുത്തതിനെ കൂടെ കണ്ണു തിരുമി അടയ്ക്കണമെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്ക് ശബ്ദം കേൾക്കാം. ഞാൻ എന്റെ ചേച്ചി ഒരിക്കൽ തന്റെ സ്ഥലത്തു നിന്ന് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, രാത്രി 12 മണിക്ക് താനൊരു ശബ്ദം കേട്ട് ബെൻസി മരിച്ചുപോയി. അത് കേട്ട് രാവിലെ താൻ സ്തോത്രം എന്നെ കാണാൻ ഇവിടെ വന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കെ. എല്ലാവരും പ്രാർത്ഥിച്ചവർക്ക് വെളിപ്പെട്ടു ഞാൻ മരിക്കുന്നതായിട്ട്. ഇങ്ങനെ കഠിനമായ സംഭവം നടക്കുന്ന സമയത്ത് ഒരു മെയ് 7-ാം തീയതി രാത്രി ഞാനിങ്ങനെ ക്രിട്ടിക്കലായി പോയി. ഭയങ്കര വേദന സഹിച്ച് ഒരു അൺകോൺഷ്യസിലേക്ക് ഞാൻ അങ്ങ് മാറി. ഞാൻ മയങ്ങി ഇവിടെ കിടക്കുകയാണ്. ഒരു 2-2.5-3 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 11:30 ഞാൻ ഉണർന്നു. ഞാൻ ഉണർന്നു കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നപ്പോ എനിക്ക് തോന്നി എന്റെ അടുക്കൽ ആരോ നിൽക്കുന്നതായിട്ട്. ഇങ്ങനെ ആരോ എനിക്ക് ഫീൽ ചെയ്യും, ആരോ നിൽക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കാൻ വന്നാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ മരിച്ചു പോവോ? ഞാൻ അങ്ങ് ചോദിച്ചു ഓപ്പൺലി, കർത്താവേ ചത്തു പോകുമോ? അപ്പ എന്നോട് മരിക്കുമെന്ന് പറഞ്ഞു. മരിച്ചു പോകുമോ എന്ന് ചോദിച്ചോ, മരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് അന്ന് ഞാൻ യാത്രാമൊഴിയൊക്കെ ചോദിച്ചു, അവസാനത്തെ യാത്രാമൊഴിയൊക്കെ അന്ന് രാവിലെ. സ്തോത്ര. ഞാൻ അന്നേരം ചോദിച്ചു, അപ്പ എന്റെ അച്ഛന്റെ കാര്യമോ? അത് നടക്കും. 3ാമത് ഞാൻ ചോദിച്ചു, അപ്പ എന്റെ പിള്ളാരുടെ കാര്യമോ? അതും നടക്കും. ഈ 3 ശബ്ദവും എന്നോട് തിരിച്ചു പറഞ്ഞു, അതൊക്കെ നടക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാനിപ്പം മരിച്ച എന്റെ സഭയുടെ കാര്യമോ? ഞാൻ ഉടൻ തന്നെ ചോദിച്ചു, അപ്പ എന്റെ സഭയുടെ കാര്യമോ? ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഈ ഭർത്താവിന്റെ കാര്യവും പിള്ളേരുടെ കാര്യവും നോക്കാമെന്ന് പറഞ്ഞ ആ പുള്ളി എന്താ സഭയുടെ കാര്യം പറഞ്ഞപ്പോ ഒന്നും മിണ്ടാന്? എനിക്കൊരു ഡൗട്ട് തോന്നി. എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കർത്താവല്ലെന്ന്. അപ്പൊ പറയണ്ടേ സഭ എന്റെയാ, ഞാൻ നോക്കിക്കോളാം. ഈ 3നെ നോക്കാന്ന് പറഞ്ഞ ആള് പറയണ്ടേ സഭ എന്റെ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് ബുദ്ധി വരിക, സഭ എന്റെ കർത്താവിന്റെയാ.
നീ എന്തിനാ സഭയെക്കുറിച്ച് ഭാരപ്പെട്ട? സഭ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണ്ടേ? അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് കോൺഷ്യസ് ആകുമോ ഞാൻ? അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് കർത്താവല്ല പിശാചാന്ന്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോ പിശാചെന്ന് ശാസിച്ചു. നോക്കിക്കേ, എന്നോട് കർത്താവ് പറഞ്ഞു നീ മരിക്കയില്ലെന്ന്. എന്താ ഉഷ്ണം തട്ടിയാൽ ഇല വാടത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ഈ സമയത്ത് പിശാചനോട് പറഞ്ഞു നീ മരിക്കുമെന്ന്. 2 ശബ്ദത്തിന് മുമ്പ് ഞാൻ നിൽക്കുക. ആമേ, ഞാൻ പെട്ടെന്ന് ശാസിച്ചു ഇത് പിശാചാണെന്ന് എനിക്ക് മനസ്സിലായി. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ പിശാചെന്ന് ഞാൻ ഇങ്ങനെ ശാസിച്ചു. പെട്ടെന്ന് ശാസിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മെയ് 7-ാം തീയതി. മെയ് 9-ാം തീയതി UK മാഞ്ചസ്റ്ററിൽ എന്റെ ഹസ്ബൻഡിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് കൊടുത്തൊരു പ്രോഗ്രാമാ, ഒരു ഞായറാഴ്ച സഭായോഗത്തിന്. അപ്പം ഇദ്ദേഹത്തിന് പ്രോഗ്രാം കൊടുത്തൊരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മ ഒരു ദിവസം രാത്രി 3 മണിക്ക് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, അവിടെ 10 മിനിറ്റ് നിനക്ക് പ്രസംഗിക്കാൻ കിട്ടും. നീ പറയണം, ഈ വാക്യം പറയണം. അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ തോപ്പിക്കത്തില്ല. വാക്യം ഉൾപ്പെടെയാണ് എനിക്ക് തന്നേക്കുന്നത്. സ്തോത്ര. ഞാൻ കർത്താവിനോട് പറഞ്ഞ ആകെ 45 മിനിറ്റില് എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 35 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. മാഞ്ചസ്റ്ററുകാർക്ക് ഞാൻ ദൈവവചനം പറയണമെന്ന് കർത്താവ് ഇഷ്ടമാണെങ്കിൽ, മാഞ്ചസ്റ്ററിൽ പറഞ്ഞ ദൈവമാണെങ്കിൽ അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ ദൈവസന്നിധി വെച്ച അടയാളം. സ്തോത്ര. ഈ സമയത്ത് കർത്താവ് സ്തോത്ര പിറ്റേ ദിവസം രാവിലെ മാഞ്ചസ്റ്ററുകാരെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററിനോട് 10 മിനിറ്റ് കൊടുക്കണം. അപ്പൊ ധൈര്യമായി തമ്പുരാൻ തന്നെയാ പറഞ്ഞെന്നുള്ള ഉറപ്പായി കേട്ടോ. ഈ ഗിദെയോന്റെ ഭാഗം വരുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഉറപ്പായി, ഞാൻ ഉറപ്പിച്ചു. അത് സ്തോത്രം മെയ് മാസം 9-ാം തീയതിയാണ് പ്രസംഗിക്കേണ്ടത്. മെയ് മാസം 7-ാം തീയതിയാണ് ഞാൻ ഈ ക്രിട്ടിക്കൽ ആകുന്ന പിശാചിനോട് സംസാരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓർക്കുക, എന്റെ കർത്താവ് ഇന്ന് വരെ എന്നോട് ഫോഷ്ക്ക് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് വരെ എന്റെ കർത്താവ് എന്നോട് ഫോഷ്ക്ക് പറഞ്ഞിട്ടില്ല. എന്നോട് ചെയ്യാവുന്ന പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ധൈര്യം എന്റെ മനസ്സിൽ നിന്ന്. പക്ഷേ 9-ാം തീയതി എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല മാനുഷികമായിട്ട്. കാരണം ഞാൻ ഇരിക്കുന്ന അതേ മുറിയിലാണ് ഞാൻ കിടക്കുന്നത്. ഈ മുറിയിൽ ഇന്ന് ഞങ്ങൾ വൈഫൈ ഒക്കെ വെച്ചു. അന്ന് വൈഫൈ ഒന്നുമില്ല. എന്റെ ഫോൺ ചാലുവാകത്തേയില്ല, ഓൺ ആകത്തേയില്ല. അപ്പം എനിക്ക് സംസാരിക്കാൻ അഥവാ ഇനി ദൈവം എന്നെ സൗഖ്യമാക്കിയാലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ സ്തോത്രം പറയാൻ വയ്യ, ശബ്ദം പോലും എല്ലാം ക്ലോസ് ആയി പോയി. ഈ സന്ദർഭത്തിൽ എനിക്ക് ഇനി 2 ദിവസം കൂടെ ഉള്ളു പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ മാനുഷിക. പക്ഷെ എന്റെ കർത്താവ് എന്നോട് കള്ളം പറയത്തില്ലല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കാം. പെട്ടെന്ന് ഞാന് ആത്മമണ്ഡലത്തിൽ കണ്ടു എന്റെ ചർച്ചിലെ ഒരു സിസ്റ്റർ ഞാനും കൂടെ അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഞാൻ കാണുക ആത്മമണ്ഡലത്തിൽ. ആ പുള്ളിക്കാരി എന്റെ അടുക്കൽ ഇരുന്നിട്ട് അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഞാൻ ഇങ്ങനെ കണ്ടു. ഞാൻ അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് സ്തോത്ര പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചു, മോളെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, മോൾക്ക് സമയം കിട്ടുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കാം. ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ മോള് ഞാനും കൂടെ അന്യഭാഷയിൽ ആരാധിക്കുന്ന കണ്ടു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അവൾ എന്നോടൊരു സംഭവം പറഞ്ഞു. രാത്രി 8 മണിക്ക് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവളൊരു ദർശനം കണ്ടു. പാസ്റ്റർ ആന്റി മരിക്കുന്നു, സഭാ ഹോള് പൂട്ടുന്നു, പാസ്റ്റർ പോകുന്നു. അപ്പൊ ഉടൻ തന്നെ പുള്ളിക്കാരി പപ്പായെ വിളിച്ചു. അന്നേരം പറഞ്ഞു, മോളെ ഒന്നും പറയാൻ പറ്റില്ല, വളരെ വേഴ്സായിപ്പോ, കണ്ടീഷൻ വളരെ മോശമാണെന്ന് അവർ തമ്മിൽ സംസാരിച്ചു. ഇത് രാത്രി 8 മണിക്ക് നടന്ന സംഭവം 11 മണിക്ക് മറ്റേ സംഭവം നടക്കുന്നു. രാവിലെ അപ്പൊ ആ പുള്ളിക്കാരി ഞങ്ങൾ എന്തോ ചെയ്തു, വളരെ ദൂരെ ഇരിക്കുകയാണെങ്കിലും അന്യ ഭാഷകളിൽ ആരാധിക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ ഞങ്ങൾ അന്യ ഭാഷയിൽ ഇരുന്ന് ആരാധിച്ചു. അന്യഭാഷയിൽ 1/2 മണിക്കൂർ ആരാധിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ശരീരത്തിൽ നിന്ന് ആ രോഗാത്മാവ് വിട്ടുപോയി. എന്റെ ശരീരത്തിന് ആ രോഗാത്മാവ് വിട്ടുപോയി. സ്തോത്രം. പിന്നെ ഇതുവരെ ആ രോഗാത്മാവിന്റെ ശരീരത്തിൽ വന്നില്ല. സ്തോത്രം. അന്നേരം ആ പുള്ളിക്കാരി പറഞ്ഞു, അപ്പൊ ഞങ്ങൾ മെയ് മാസം 10-ാം തീയതി ഉപവസിക്കാൻ തീരുമാനിച്ചിരുന്ന അന്നേരം ആ പുള്ളിക്കാരി പറഞ്ഞു, ആന്റി ഒരു കാര്യം ചെയ്യും, ചർച്ചിൽ പോരെ, ഞങ്ങൾ നോക്കിക്കോളാം. പാസ്റ്റർ ഉപവസിക്കട്ടെ, ഉപവാസം മുടക്കട്ട, ഞങ്ങൾ ആന്റിയെ നോക്കിക്കോളാം. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, ഞാൻ 4 ദിവസമായി ആഹാരം കഴിച്ചു, എനിക്ക് 2 ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പപ്പ 2 ദോശ ഉണ്ടാക്കി തന്നു. ഞാൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വയറുവേദന എടുത്തില്ല, ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ പപ്പായോട് പറഞ്ഞു, എന്നെ വേഗം കലയപുരത്ത് കൊണ്ടുവിടാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, 11:30 ആകുന്നതിന് മുമ്പ് ഞാൻ കലയപുരത്തെത്തി. എന്റെ ചർച്ചിലെത്തി 11:30 ആകുന്നതിന് മുമ്പ്. സ്തോത്രം. 9-ാം തീയതി മാഞ്ചസ്റ്ററിൽ പ്രസംഗിച്ചു. കർത്താവ് വാക്ക് പറഞ്ഞ പാലിക്കുമോ? കർത്താവ് ഫോഷ്ക്ക് പറയുമോ? കർത്താവ് പറഞ്ഞ ചെയ്യാതിരിക്കുമോ? നിങ്ങളെല്ലാം കൂടെ പറ. പക്ഷെ ശത്രു നിന്നോട് പറയും നീ മരിക്കുമെന്ന്. ആ ശത്രു മരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ മയങ്ങി അങ്ങ് താഴെ വീണായിരുന്നെങ്കിലോ? ഉടൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, എന്റെ കർത്താവിനോട് ഫോഷ്ക്ക് പറഞ്ഞിട്ടില്ല. മാഞ്ചസ്റ്ററിൽ 10 മിനിറ്റിന് പകരം 15 മിനിറ്റ് പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. അതുകൊണ്ടാ പറഞ്ഞ, ഇവിടെ കണ്ടോ നിങ്ങൾ 30-ാം വാക്യത്തിൽ നാട്ടുകാർ മുഴുവൻ കൂടെ പറഞ്ഞു മരിക്കുമെന്ന്. പക്ഷെ ദൂതൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ദൂത് പറഞ്ഞാലും നീ മരിക്കത്തില്ലെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ കാണുന്നില്ല രോഗാത്മാക്കൾ, അല്ലെ നിങ്ങളൊക്കെ അനുഭവിക്കുന്നില്ല വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഈ രോഗം മരണത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നിന്നെ തകർക്കയില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഈ വിഷയം നിന്നെ മുടിച്ചു കളയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ? നാട്ടുകാരോ ഡോക്ടറോ സ്പെഷ്യലിസ്റ്റോ എന്തും പറയട്ടെ, നീ മരിക്കയില്ല.
പരിശുദ്ധാത്മ പറയാ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, നീ മരിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഈ ദൂത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇത് കണ്ടപ്പോഴാണ് അവനൊരു യാഗപീഠം പണിതിട്ട് അവിടെ അവൻ ആ യാഗപീഠത്തിന് പേരിട്ടു യഹോവ ശലോം. നമ്മൾ ഈ വാക്ക് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, യഹോവ ശാലോം എന്ന് നമുക്കറിയാം, പക്ഷെ വേദോസ്തലം എവിടാന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ആണോ? വേദോസ്തലം എവിടാന്ന് അറിയാമായിരുന്നോ? ഇവിടെ കേട്ടോ, ഇവിടെ എവിടാന്നറിയാമോ? നീണ്ട 7 വർഷമായി വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തി നിന്റെ കാളയും ആടും നിന്റെ ആഹാരവും നാട്ടുകാര് കൊണ്ടുപോവാ, പിശാച് കൊണ്ടുപോവാ. 7 വർഷമായി വീട്ടിലെ സമാധാനം മുടങ്ങിയിട്ട് പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 7 വർഷത്തെ ഒരു കാലയളവ് എന്നോട് പറഞ്ഞു. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ആരുടെയോ വീട്ടിൽ 7 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ, ലഭിക്കേണ്ട ചില നന്മകൾ, ബ്ലോക്ക് ചെയ്ത് വെച്ച നന്മകൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഈ ദൂതിന്റെ മുമ്പിൽ സംഭവിക്കട്ടെ. അങ്ങനെ 7 വർഷമായി സമാധാനം നഷ്ടപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അടയാളം കൊടുത്തപ്പോൾ അവന്റെ സമാധാനം മടക്കി കിട്ടി. അവൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു യാഗപീഠം പണിതിട്ട് യഹോവ ശലോം എന്നതിന് പേരിട്ടു. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽ ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കും ഞാൻ വിശ്വസിക്കുക. ആരെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുക. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ ശലോമായി നിനക്ക് വേണ്ടി വെളിപ്പെട്ടുള്ള സമയമായി. അതിന്ന് വരെ ഇരിക്കുന്നത് കണ്ടോ? വരച്ചിട്ട് അതിന്ന് വരെയുണ്ട്. ദൈവം നിനക്കൊന്നൊരു ദിവ്യമായ സമാധാനമുണ്ടല്ലോ, അത് മരിക്കുന്നിടം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാ പറയുക. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആമേൻ. ചില നിമിഷങ്ങൾ എന്റെ മുമ്പിലുണ്ടല്ലോ, ഞാൻ പുറകോട്ടുനിന്ന് വന്നിട്ട് ചില കാര്യങ്ങൾ മാത്രം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ കൺക്ലൂഷൻ പറഞ്ഞ് ഞാൻ അങ്ങ് പോകട്ടെ. അടുത്ത സമയം അന്ന് രാത്രി ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് യഹോവ അവനോട് പറഞ്ഞു, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളെ. ഇത് പലരും പ്രസംഗം നമ്മൾ കേൾക്കും അല്ലേ? കർത്താവിന് അറിയാം. ഇവിടെ ഒരു സംഭവമുണ്ട്. 7 വർഷമായി മിദ്യാനിൽ പിടിച്ചുകൊണ്ട് പോകുന്നിടത്ത് ഇവന്റെ തൊഴുത്തിൽ 7 വയസ്സുള്ള കാളയുണ്ട്. സ്തോത്രം. അതിനെ കൊണ്ടുപോയില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ കാളയുടെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതിങ്ങോട്ട് താപ്പോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവനോട് പറഞ്ഞു, നീ ആ കാളെ പിടിച്ചിട്ട് നിന്റെ അപ്പന്റെ ബലിപീഠം ഇടിക്കണം. എന്തോ ബലിപീഠം എന്നൊക്കെ എഴുതിയേക്കുന്നേ 26-ാം വാക്യത്തിൽ. ആമേൻ, സ്തോത്രം. 25-ാം വാക്യത്തിൽ നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. അപ്പൊ ഹിന്ദു ആണോ? അപ്പം ഫലസ്തീനാണോ? അപ്പം മിദ്യാനിലാണോ? പിന്നെ ആരാ? ഇസ്രായേലിയൻ, യോസഫിന്റെ മോൻ, മനശ്ശയുടെ മോൻ. എന്തോ വീട്ടിലുണ്ടെന്നാ പറഞ്ഞേ? അശേര പ്രതിഷ്ഠയും ബാലും. സ്തോത്രം. എന്നിട്ടൊരു കാളയുടെ ഒരു കാളയുടെ കാര്യം ഇവിടെ പ്രത്യേകം പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തില്ലേ? സ്തോത്ര. അപ്പന്റെ രണ്ടാമത്തെ കാളെ എന്നൊക്കെ പറഞ്ഞപ്പോ അതിനകത്തൊരു പ്രത്യേകത ഇല്ലേ? സ്തോത്രം സ്തോത്രം. ആ കാളെ തന്നെ പിടിക്കാനും ആ കാളെ തന്നെ ഹോമയാഗം അർപ്പിക്കാനും ദൈവം പറയണമെങ്കിൽ അതിന്റെ പുറകിലൊരു ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധാത്മാവ് എനിക്ക് റിവീൽ ചെയ്യുന്ന ഒരു സംഭവമായി ഇത് കേട്ടോ. ഞാൻ നിങ്ങൾ മറ്റാരും പറഞ്ഞു കേട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് റിവീൽ ചെയ്തെന്ന ഒരു മർമ്മമായി ഇത്. സ്തോത്ര. ഈ കാളയെ ഒരു പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. നമ്മളിങ്ങനെ നേർച്ചക്കോഴിന്നും നേർച്ചക്കാളെന്നൊക്കെ പറയത്തില്ലയോ? സ്തോത്രം. നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് കണ്ടിട്ടില്ലേ? ഒരു കാളെ ഇങ്ങനെ മാറ്റി വെച്ചേക്കും, പൂവും പട്ടമൊക്കെ ഇട്ടിട്ട്. എന്തിനെന്നറിയാമോ? അതിനെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കോ. അതാ ദേശത്തെ കൺട്രോൾ ചെയ്യുന്നേ. 7 വർഷമായിട്ട് ഇവര് സ്തോത്രം അല്ലെങ്കിൽ പൂജിച്ച് വെച്ചേക്കോ ഈ സംഭവത്തെ. കർത്താവ് പറഞ്ഞു, നീ അതിനെ പിടിച്ച് യാഗം കഴിക്കാൻ. നിങ്ങൾക്കത് സംശയമാണെങ്കിൽ 28-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യം കിടപ്പുണ്ട്. ആമേൻ, സ്തോത്രം. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടോ? ആ രണ്ടാമത്തെ കാളെ, ദ സെക്കൻഡ് ബുൾ. ഇതാന്നൊരു കാര്യം പുറകെ വന്നതിന് അർത്ഥം എന്താണ്? ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് നാട്ടുകാർ ഇളകിയത്. പിടികിട്ടിയോ? ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് നാട്ടുകാർ ഇളകിയത്. ഈ കാളയെ ഇങ്ങനെ പൂവിട്ട് പൂയിച്ച് വെച്ചിരിക്കുന്നതേ ബാലും അശേരയും കൂടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ ആ തൊഴുത്തില്? പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, നീ അതിനെ പിടിക്കാൻ. അപ്പൊ അവന് പേടിയായി. അതുകൊണ്ട് അവൻ രാത്രിയിൽ അത് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമോ, പരിശുദ്ധാത്മ പറഞ്ഞൊരു വാക്ക് അവിടെ ഉണ്ട്. ഈ 26-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞൊരു വാക്യം കണ്ടോ? ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിയണം. അവിടെ വിഷയം കിടക്കുന്നേ. ഇത് നമുക്ക് ഏലിയാവിന്റെ അടുത്തും അറിയല്ലേ?
നിയമപ്രകാരമില്ലാത്ത യാഗത്തിലൊന്നും കർത്താവിന്റെ തീ ഇറങ്ങത്തില്ല. അതിന് ഞാൻ ഇനി 2 മണിക്കൂർ പ്രസംഗിച്ചാലും നിങ്ങളെല്ലാം കൂടെ കൈകൊട്ടിയാലും നിയമപ്രകാരമല്ലാത്തടത്ത് തമ്പുരാൻ ഇറങ്ങത്തില്ല. അതിനി എന്തുവായാലും ദൈവത്തിന് നിയമപ്രകാരം, ആ വാക്കൊക്കെ കണ്ടോ, നിയമപ്രകാരം ഒരു യാഗപീഠം പണിയണം. യെസ് ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് നിയമമുണ്ടെന്ന് ദൈവമക്കളെ. ആമേൻ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ ഉണ്ടെന്ന് ദൈവമക്കളെ. കർത്താവ് ദാസി പ്രാർത്ഥിച്ച പോലെ നമുക്കൊരു സ്തോത്രം അല്ലെങ്കിൽ ഒരു നിയമം തന്നിട്ടുണ്ടെന്ന് ദൈവമക്കളെ. നമുക്ക് അവിടെ കൂടെ പാകാൻ പറ്റത്തുള്ളൂ. ആർക്കേലും എവിടെ കൂടെയും പോയി എങ്ങനെയും വെട്ടി മുറിക്കാമായിരിക്കും. പക്ഷെ എനിക്കും നിനക്കും യാഗം കഴിക്കാൻ ഒരു വ്യവസ്ഥ തന്നിട്ടുണ്ട്. ആ നിയമപ്രകാരം നീ അങ്ങ് പോകാമോ? വർഷങ്ങളായി പൂജിക്കുന്നതാണെങ്കിലും ആമേൻ ബാലിന്റേതാണെങ്കിലും അക്ഷേരുടേതാണെങ്കിലും വെട്ടിക്കളഞ്ഞാൽ ദേശത്തെ അടക്കി വാഴുന്ന, നാളുകളായി അടക്കി വാഴുന്ന, കുടുംബത്തിൽ നാളുകളായി അടക്കി വാഴുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, അപ്പന്റെ ചില വെച്ചു പൂജകൾ, അപ്പന്റെ ചില വിഗ്രഹങ്ങൾ, അപ്പന്റെ ചില പ്രതിഷ്ഠകൾ, നിയമപ്രകാരം നീ അതിനെ യാഗം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാനുള്ള സമയമായി എന്ന് പരിശുദ്ധാത്മാ പറയുക. ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾക്ക് കടത്തുന്ന അപ്പന്റെ ചില അവകാശങ്ങളും ചില പാരമ്പര്യങ്ങളും ചില പ്രതിഷ്ഠകളും ഒക്കെ തകർന്നു മാറട്ടെ. ദൈവാത്മാ പറയാ, നീ ധൈര്യത്തോടെ എഴുന്നേറ്റോ ഗിദെയോനെ, നീ ധൈര്യത്തോടെ എഴുന്നേറ്റോ. സ്തോത്രം. നീ അതിനെ വെട്ടി നുറുക്കിക്കോ. യഹോവ നിന്റെ കൂടെയുണ്ട്. നാളുകളായി നിന്റെ നന്മ മുടക്കിക്കളഞ്ഞ ആമേൻ സ്തോത്രം സാന്യാരാധന ശക്തിയുടെ ബലം പ്രകടിപ്പിച്ച ആഭിചാരങ്ങളും മന്ത്രവാദത്തിന്റെ ശക്തികൾ പ്രബലപ്പെട്ടുന്ന ചില കൂടാരങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ നിയമപ്രകാരം വരുമ്പോൾ ശുദ്ധീകരണം സംഭവിക്കുമ്പോൾ അവൻ പണിയേണ്ടത് പണിയുമ്പോൾ യാഗപീഠമൊക്കെ പുതുക്കി പണിയുമ്പോൾ അവൻ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു പരിശുദ്ധാത്മ പറയുക. ഒക്കെ ഞാൻ വേഗം ആമേൻ സ്തോത്രം മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ സംഭവം ഉണ്ടായി. ഇവനതെല്ലാം വെട്ടിപ്പൊളിച്ച് യാഗം കഴിച്ചു. സ്തോത്രം. അപ്പോഴത്തേക്ക് നാട്ടുകാരിളകി. നാട്ടുകാർക്ക് മനസ്സിലായി ആ കാളയും പോയി. ഇതുവരെ കുമ്പിട്ടിരുന്ന ബാലിന്റെ വിഗ്രഹങ്ങളും അശേരയുടെ പ്രതിഷ്ഠയും പോയെന്ന് മനസ്സിലായപ്പോൾ ജനം ഇളകി വന്നിട്ട് പറഞ്ഞു, അവൻ മരിക്കണമെന്ന് പറഞ്ഞു. സ്തോത്ര. അതാ ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞത്. നാട്ടുകാർ മുഴുവനും കൂടെ ഒരു പക്ഷേ സ്തോത്രം നീ ചില വീര്യപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ, നീ ചില പ്രവർത്തികളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവാത്മാവ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മരണശിക്ഷ വിധിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ആക്രോശിക്കുന്ന ചില പൈശാചിക മേഖലകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നീ അത് കാര്യമാക്കണ്ട. തമ്പുരാനാണ് വെട്ടാൻ പറഞ്ഞെങ്കിൽ, തമ്പുരാനാണ് ഉടയ്ക്കാൻ പറഞ്ഞെങ്കിൽ അതിന്മേലൊക്കെ വിധിക്കുന്ന ഒരു ദൈവം അങ്ങാണ്. എനിക്ക് താപ്പോട്ടുള്ള വാക്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പ്രശ്നം ഉണ്ടായപ്പോ അപ്പൻ ഇറങ്ങി വന്നിട്ട് പറയുക, ആമേൻ സ്തോത്രം, 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാ, ബാലൊരു ദൈവമാണെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതിന് അവൻ തന്നെ വ്യവഹരിക്കട്ടെ. ബാലൊരു ദൈവമാണെങ്കിൽ അവൻ തന്നെ വ്യവഹരിക്കട്ടെ. നോക്കിക്കേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെ ദൈവം അവിടെ കൊണ്ടുവന്നു കേട്ടോ. സ്വന്തം അപ്പനെ ആയാലും അനുകൂലമായിട്ട് സംസാരിക്കാൻ. ചിലയിടത്തൊക്കെ വരുമെന്നേ, ചിലയിടത്തൊക്കെ ദൈവം അയക്കുമെന്നേ, ആരെങ്കിലും നിനക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ വരുമെന്നേ. ഇവിടെ അപ്പൻ എതിരായിട്ട് നിൽക്കണ്ടേ അല്ലേ? അപ്പൻ സത്യത്തിൽ അപ്പന്റെ കാളയാ പിടിച്ചേക്കുന്നേ, അപ്പന്റെ ബലിപീഠം അടിച്ചേക്കുന്നേ, അപ്പനാ ഇവനെ ആദ്യം കൊല്ലാൻ വരണ്ട. പക്ഷെ അപ്പന്റെ വായിൽ തന്നെ ദൈവം കൊടുത്ത് എന്താണെന്നറിയാമോ? ബാലൊരു ദൈവമാണെങ്കിൽ വ്യവഹരിക്കട്ടെ. അതിനർത്ഥം എന്താ? ബാല് ദൈവമല്ലെന്നുള്ളത് അവന്റെ വായി കൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. എന്തിനാ ഈ അന്യദൈവങ്ങളെയൊക്കെ പേടിക്കുന്നത്? എന്തിനാ ദേശത്തിന്റെ ശക്തികളെയൊക്കെ പേടിക്കുന്നത്? അവന്റെ വെല്ലുവിളി ഉണ്ടെന്ന് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും ദൈവവൈതലാണെങ്കിൽ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ വ്യവസ്ഥയിലാണെങ്കിൽ ഈ അന്ധകാര ശക്തികളെ തകർക്കാനുള്ള ദൈവം തരും. ബാല് ദൈവമാണെങ്കിൽ വ്യവഹരിച്ചോട്ടെ. എനിക്ക് വളരെ ബലം തന്നൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് വല്ലതും കണ്ട എന്റെ ദൈവം തമ്പുരാനെ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോ എനിക്ക് റവീല് കെട്ടിയപ്പോ ഞാൻ കർത്താവിന്റെ ദാസിയോട് ചോദിച്ചു, രാവിലെ എഴുന്നേക്കാൻ വല്ല മുട്ട എങ്ങാണം വീടിന്റെ മുമ്പിൽ ഇരുന്ന് പോയെങ്കിൽ തെറ്റിപ്പൂവങ്ങാണം വീടിന്റെ, എന്റെ കർത്താവെ, പിന്നെ പാസ്റ്റർ വരണം ഇടിക്കാൻ, മുട്ട പൊട്ടിക്കാൻ പാസ്റ്റർ വരണം. സ്തോത്രം. എന്തെങ്കിലും ആരെങ്കിലും എവിടെ കൂടെയും കണ്ടാൽ മതി. സ്തോത്രം. ഇത്രയും പേടിയുണ്ടോ? പക്ഷെ പരിശുദ്ധാത്മ പറയാ, ബാല് ദൈവമാണെങ്കിൽ അത് വ്യവഹരിച്ചോളും. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തെക്കാളും വലുതാണോ ബാല്? അത് ദൈവമല്ലെന്ന് വിശ്വസിക്ക, അതിന് ശക്തിയില്ലെന്ന് വിശ്വസിക്ക. നിന്റെ മേൽ പകർന്ന കർത്താവ് നിന്നെ നോക്കിയപ്പോൾ നിന്റെ മേൽ പകർന്നൊരു ബലമില്ലേ, ഒരു ശക്തിയില്ലേ? അതിനേക്കാൾ വലുതാണോ ബാല്? ഹല്ലേലൂയ. സ്തോത്രം. ധൈര്യം ഒന്ന് ഏറ്റെടുത്തേ.
ചിലരൊക്കെ പേടിച്ചിരിക്കുന്ന ആരും കൊണ്ടെങ്കിൽ ധൈര്യം ഒന്ന് ഏറ്റെടുത്ത്, അന്ധകാര മണ്ഡലങ്ങളെ കണ്ടിട്ട് ഭയപ്പെടുന്ന ആരും കൊണ്ടെങ്കിൽ ധൈര്യം ഒന്ന് ഏറ്റെടുത്ത്, ബാല് ദൈവമാണെന്ന് വ്യവഹരിച്ചോട്ടെ, നിനക്കും എനിക്കും അറിയാമത് ദൈവമല്ലെന്ന്, അത് വെറും ഒരു ബിംബമാണെന്ന്, ഒരു വെറും പ്രതിഷ്ഠയാണെന്ന്, അത് വെറും കളിമണ്ണാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. വായും കൊണ്ട് പറയുകയും ചെയ്യും. പക്ഷെ കണ്ടു നോക്കണം, അപ്പൊ അറിയാം. ഇതിന്റെ ചെതിലൊക്കെ ഭയം മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം. അവിടുന്ന് ആ സംഭവം കഴിഞ്ഞല്ലോ. സ്തോത്രം. ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പറഞ്ഞ് ഓരോ ഭാഗത്തും ദൂതുള്ളത് അവരോരേറ്റെടുത്തോ. അത് കഴിഞ്ഞപ്പോ അവൻ പിന്നെയും കൺഫർമേഷൻ ചോദിക്കുക കേട്ടോ. അടയാളം ചോദിച്ചു. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അടയാളം ഒന്നും ചോദിക്കുന്ന നമ്മുടെ കർത്താവിന് വെറുപ്പൊന്നുമല്ല. അയ്യോ കർത്താവ് കർത്താവ് നമ്മളെ കൊല്ലത്തൊന്നുമില്ല. എനിക്ക് നിനക്കും കൺഫർമേഷൻ ഇല്ലാത്ത കാര്യത്തിൽ കർത്താവെ ഇങ്ങനൊരു അടയാളം തന്നാൽ എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് മുമ്പില്, എന്റെ ഭാവിയുടെ മുമ്പില്, എന്റെ വിവാഹത്തിന് മുമ്പില്, എന്റെ ജോലിയുടെ മുമ്പില്, എന്റെ ശുശ്രൂഷയുടെ മുമ്പില് എനിക്കിങ്ങനെ അടയാളം തന്നാൽ ഞാനത് വിശ്വസിക്കാൻ കർത്താവ് എന്ന് പറഞ്ഞ അപ്പനോട് എന്തെങ്കിലും പറഞ്ഞ അതുപോലെ അടയാളം കാണിക്കാൻ കഴിയുന്ന ദൈവമായി എന്റെ ദൈവം. ഞാൻ ഇത്രയും നേരം സ്തോത്രം ഞാൻ ഇത്രയും നേരം നിന്നെ പഠിപ്പിച്ചില്ലെന്ന് വെച്ച് വഴക്കൊന്നും പറയുന്ന ആളല്ല ദൈവം. സ്തോത്രം. വഴക്കൊന്നും പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അടയാളം തരേണ്ടടുത്ത് അടയാളം തരും. ദിവസങ്ങളിൽ ചില പ്രാർത്ഥിച്ചോ, ചില വിഷയങ്ങളുടെ കൺഫർമേഷന് വേണ്ടി പ്രാർത്ഥിക്കും. ചിലരുടെ പരിശുദ്ധാത്മാവ് കാണുക, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാ, വ്യക്തമായി ചോദിച്ചോ, എന്തടയാളം വെച്ച് ചോദിച്ചോ. അപ്പൻ അതുപോലെ തോല് മുഴുവൻ നനയണമെന്ന് തോന്നിക്കുന്നോ, തറ മുഴുവൻ എന്തോ ചോദിച്ചാലും അടയാളം തരും. സ്തോത്രം. തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അടയാളം തരുമെന്ന് അർത്ഥം. തിരിച്ചു ചോദിച്ചാലും അടയാളം തരും, മറിച്ചു ചോദിച്ചാലും അടയാളം തരും. അങ്ങനെ കർത്താവിനെ സേവിക്കുന്നത്. സ്തോത്രം. അത് നിങ്ങൾക്കൊരു ധൈര്യത്തിന് ഞാൻ പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകട്ടെ. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മിദ്യാനയുടെ കയ്യിൽ നിന്ന് അവൻ ജയിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഒരു യുദ്ധത്തിന്റെ സ്ട്രാറ്റജി ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ 7-ാം അധ്യായം. സ്തോത്രം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആദ്യം ഒരു 33,000 പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തം 32,000 പേര് വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ആള് കൂടുതലാണെന്ന്. അപ്പൊ എന്തോ എന്നറിയാം, ഒരു ഡിക്ലറേഷൻ ചെയ്തു. ഭയവും ഭീരുത്വം ഉള്ളവനൊക്കെ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ. സ്തോത്രം. ഭയവും ഭീരുത്വം ഉള്ളവന് പാർക്കാനുള്ളതൊന്നുമല്ല ഗിലെയാദ് പർവ്വതം. എനിക്കത് വലിയൊരു മെസ്സേജാ. ഞാൻ പിന്നെ എവിടെങ്കിലും വെച്ച് പറയാം. സ്തോത്രം. ഭയവും ഭീരുത്വം ഉള്ളവൻ പാർക്കാനുള്ളതൊന്നുമല്ല ഗിലെയാദ് പർവ്വതം. ഗിലെയാദ് പർവ്വതത്തിൽ എന്തോ ഉണ്ട്? ഗിലെയാദിൽ എന്തോ ഉള്ളേ? ആരേലും എന്റെ കൂടെ സുഗന്ധം. ഗിലെയാദ് സുഗന്ധം മാത്രമല്ല, സുഗന്ധ തൈലവും അവിടെ വൈദ്യുനുമുള്ള സ്ഥലത്താ. ചേടേ, സുഗന്ധ തൈലവും വൈദ്യുനും ഉള്ളിടത്തിരുന്ന് പേടിക്കുക. അങ്ങനെ പേടിയുള്ളവനൊന്നും ഇതിനകത്ത് നിൽക്കണ്ട. നീ ഇരിക്കുന്ന പർവ്വതത്തിനകത്ത് സ്തോത്രം, നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവനും നിന്നെ പൂശാൻ തൈലവും ഉണ്ടെന്ന് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഗിലെയാദ് പർവ്വതം വിട്ടു പോകട്ടെ. സ്തോത്രം. 22,000 പേരങ്ങ് പോയി. എത്ര പോയി? 22,000 പേരങ്ങ് പോയി. 20,000 പേര് പോയി. 22,000 പേർ. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, പോരാ, ആള് കൂടുതലാ കേട്ടോ ഇവിടെ. സ്തോത്രം. ഇവിടെ ആരുടെ ശക്തി കൊണ്ട് ജയം എടുത്തൊന്നും വരണ്ട. നിങ്ങൾക്ക് സ്തോത്രം 7-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വാക്യമുണ്ട്, ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതിന് മുമ്പ് ഞാൻ വായിക്കട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട. സ്തോത്രം. നമ്മുടെ കൂടെ അങ്ങനെയൊക്കെയാ കേട്ടോ. ഫേബയാന്റിയെ കൂടെ ചിലപ്പം ഒത്തിരി പേരൊക്കെ വന്ന് കാണുന്നത്. കർത്താവ് പറയാ, കൂടെ പോരണ്ടവൻ പോന്നാ മതി, കൂടെ പോരണ്ടാത്തവൻ പോരണ്ട. അപ്പൊ ചിലരൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. കൂടെ പോരണ്ടവനല്ല, അതുകൊണ്ട് അങ്ങ് പോയി. ഇനിയും ചിലരെ കർത്താവ് കൂട്ടി വരുത്തും. ഒരു ദൂത് അത് ഏറ്റെടുത്തോ. കൂടെ പോരണ്ടവൻ കൂടെ പോരും, പോകണ്ടാത്തവൻ പോകും. എന്തൊരു നല്ല വാക്യം നോക്കി. നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന വാക്യം കേട്ടോ. ആരെങ്കിലും ഒക്കെ വിട്ടേച്ച് പോയെന്നു, പ്രയർ പാർട്ട്നേഴ്സ് വിട്ടേച്ച് പോയെന്നു ഒക്കെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്നോട് കൂടെ പോരണ്ടവൻ പോരും, നിന്നോട് കൂടെ പോരണ്ടാത്തവൻ പോരത്തില്ല. അവിടെ ഞാൻ നിൽക്കുന്നില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നക്കി കുടിക്കുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എന്താ അങ്ങനെ ടെസ്റ്റ് വെച്ചെന്നറിയാമോ? ഈസി ആയിട്ട് യുദ്ധം ചെയ്യുന്ന ആരെയും കർത്താവിന് വേണ്ട. വെള്ളം 1 2 3 4 പട്ടി മുക്കിക്കുടിക്കുന്ന പോലെ നക്കി കുടിക്കട്ടെ എന്നിങ്ങനെ അങ്ങോട്ട് കമാൻഡ് ചെയ്തപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് മുട്ടുമടക്കി നക്കി വെള്ളം കുടിച്ചവനെ, അല്ലെങ്കിൽ പറയാ പെട്ടെന്ന് വെള്ളം കുടിച്ചവനൊന്നും കർത്താവിന് വേണ്ട. വെള്ളമെടുത്ത് കൈക്കുമ്പിളിലാക്കി പട്ടി കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടിയെ വീട്ടിൽ വളർത്തിയവര് പറ, ചുമ്മാ പൂച്ചയുടെ കൂട്ട് കണ്ണുമടച്ചാണോ കുടിക്കുന്നേ? കണ്ണിങ്ങനെ ഇരിക്കും. ഇല്ല, ലവറുടെ കൂട്ട് ബ്ലാക്ക് ക്യാറ്റിന്റെ കണ്ണിരിക്കുന്ന പോലെ.
ഇങ്ങനെ നോക്കും, ശത്രു വരുന്നുണ്ടോ, ആരെങ്കിലും എന്നെ ഓടിക്കാൻ വരുന്നുണ്ടോ. അങ്ങനെ ശത്രുവിന്റെ മേൽ അലേർട്ടായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. നിന്റെ കൂടെ ഭയങ്കര സംഭവം ഇത്, ഇങ്ങോട്ട് താപ്പോട്ട് വായിച്ച് നിങ്ങൾക്ക് ഭയങ്കര സംഭവം തോന്നിക്കും. നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ അങ്ങനെയുള്ളവർ മതിയെന്ന് സ്തോത്രം ഗിദെയോനോട് കർത്താവ് പറഞ്ഞു. സമയം തീർന്നു, ഞാൻ വേഗത്തിൽ ഓടട്ടെ. 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ഇവന് പിന്നെയും പ്രയാസം വന്നു, ഇവന് പിന്നെയും ധൈര്യമില്ല. കാരണം പാവം പിടിച്ചവൻ, ആകെ പോകാൻ ഗോതമ്പ് കൊയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. വലിയ യുദ്ധത്തിന് പോകുക. തമ്പുരാൻ എന്തോ യുദ്ധം ചെയ്യാൻ പോന്ന് പറഞ്ഞിട്ടില്ല, എങ്ങനെ ചെയ്യാൻ പോന്ന് പറഞ്ഞില്ല. പാവത്തോട് പറയുന്ന പോലെ പാവം അങ്ങ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പേടി വരും. അപ്പം പറഞ്ഞു, നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ ബാല്യക്കാരനെ കൂടെ വിളിച്ചോണ്ട് പോയിട്ട് നീ അവിടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ല്. ഇവൻ വേഷമൊക്കെ മാറി അവിടെ ചെന്നപ്പോ രണ്ടുപേര് സംസാരിക്കുക. ഒരു യവത്തപ്പം, നമ്മുടെ ഭാഷയെ പറഞ്ഞ, നിങ്ങൾ ആരും യവത്തപ്പം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു വട്ടയപ്പം ഉരുണ്ടു വരുന്നു. അപ്പുറത്ത് മിദ്യാന്റെ കൂടാരം, വട്ടയപ്പം വന്ന് തട്ടി കൂടാരം വീണു. എന്നിട്ട് സ്തോത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അവര് തന്നെ അർത്ഥവും പറഞ്ഞു. ദൈവമേ, മിദ്യാനിയർ കൊണ്ട് വെളിപ്പാട്. ദൂതൊക്കെ കേട്ട സ്വപ്നമൊക്കെ കണ്ട വെളിപ്പാട് പറ. ഇത് നമ്മളാണെ കണ്ടതും കൊണ്ട് പാസ്റ്റർ അടുത്ത് പോവാ, പാസ്റ്റർ പിന്നെ വ്യാഖ്യാനിക്കണം. ഇത് ഇവിടെ തന്നെ സ്തോത്രം സ്വപ്നവും ഉണ്ട്, വ്യാഖ്യാനവും ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരെ ഓർത്ത് കേട്ടോ. ഇവരിത് രണ്ടും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിദെയോൻ ഇത് കേൾക്കുന്നത്. സ്തോത്രം, ഗിദെയോൻ കേട്ടപ്പോൾ ഗിദെയോന് മനസ്സിലായി കർത്താവ് ജയിപ്പിക്കും. ഞാൻ ദൈവമക്കളോട് പറയാം കേട്ടോ, ഞാൻ നിങ്ങളിങ്ങനെ പ്രയാസത്തിരിക്കുമ്പോൾ ചില അനുകൂലമായ വാക്കുകൾ കേൾപ്പിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉണ്ടോ എന്റെ കൂടെ? ഞാൻ നിങ്ങളിങ്ങനെ വലിയ പേടിച്ചൊക്കെ ഇരിക്കുമ്പോ ആരുടെയെങ്കിലും വായിന്ന്, ശത്രുവിന്റെ വായിൽ നാങ്ങും ചില അനുകൂലമായ വാക്ക് കേൾക്കുമ്പോൾ ദിവസങ്ങളിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മുമ്പിൽ ചില അനുകൂലമായ ശബ്ദങ്ങൾ എനിക്കും നിനക്കും വേണ്ടി കർത്താവ് ശത്രുവിന്റെ വായിലാണെങ്കിലും അയൽവാസിയുടെ വായിൽ നിന്നാണെങ്കിലും എവിടുന്നേലും കേൾപ്പിക്കുമെന്നേ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ എന്ത് ചെയ്തു? അവന് ധൈര്യം വന്നു. എന്നിട്ട് ഇനി അടുത്തത് പറഞ്ഞ് ഞാൻ വേഗം അങ്ങ് നിർത്തട്ടെ. എന്തുവാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യുദ്ധം ചെയ്യണം. ഈ 300 പേരുടെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി എന്തറിയാമോ? 300 പേരുടെ കയ്യിലും, അതെന്റെ നിങ്ങൾ വന്നേ, എന്റെ കൂടെ വന്നേ. സ്തോത്രം, 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ വരണം. ഞാൻ വേഗം നിർത്താൻ 2 മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ട്. സ്തോത്രം. കാഹളം ഊതുമ്പോൾ നിങ്ങളുടെ പാളയത്തിന് ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്ക് ഗിദെയോനും വേണ്ടി എന്ന് പറവി. അടുത്തത്, മധ്യാഹ്നത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കയ്യിൽ പന്തവും, ഇടത്ത് കയ്യിൽ പന്തവും വലത്ത് കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും, നോക്കിക്കേ, ആകെ നമുക്ക് 2 കയ്യേ ഉള്ളൂ, 3 സാധനമുണ്ട്. 2 കയ്യേ ഉള്ളൂ, 3 സാധനമുണ്ട്. എന്തൊക്കെയുണ്ട്? കാഹളമുണ്ട്, കുടമുണ്ട്, പന്തമുണ്ട്. 2 കൈയും കൊണ്ട് 3 കാര്യം ചെയ്യുകയും ചെയ്യണം. കാഹളം ഊതണം, കുട ഉടയ്ക്കണം, പന്തം കൊളുത്തണം. എളുപ്പമുണ്ടല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ നിന്നെന്ന് ഓർത്തു നോക്കി. ആ യുദ്ധത്തിന് നിന്ന് ആ സ്ട്രാറ്റജി. ചിലപ്പോ എന്റെ ആൻറ്റി ചിലപ്പോ ഇങ്ങനൊക്കെ നിൽക്കേണ്ടി വരും. സ്തോത്രം, കുടം താപ്പോട്ട് വീഴണം, കുടം താപ്പോട്ട് എറിയുന്ന കൊടുത്ത് കൈ കൊണ്ട് കയറി പന്തം പിടിക്കണം, കാഹളം ഊതണം. പിടികിട്ടിയോ? സ്തോത്രം. ഒന്നിച്ച് പട്ടാളത്തിന് ചിട്ടയാ ഇവിടെ. അല്ലാതെ ഒരുത്തം പൊട്ടിച്ച് അടുത്തം പിന്നെ പൊട്ടിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നിച്ച് ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ ഓടണം. പാച്ചിൽ 7 വർഷമായി അടക്കി വാണ ശക്തി പാച്ചിൽ തുടങ്ങണം. അപ്പൊ ഒന്നിച്ച് ശബ്ദം കേൾക്കണം. 300 കുട ഒന്നിച്ചൊടയണം. ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കടുവ് പൊട്ടണം, കുറച്ച് കഴിഞ്ഞ് തീരുന്ന പോലെ പൊട്ടുവല്ല, ഒറ്റ പൊട്ടണം. കണ്ടിട്ടില്ലേ പട്ടാളത്തിന്റെ ചിട്ട? നമ്മൾ കണ്ടു നിൽക്കത്തില്ല, ഒന്നിച്ചല്ലേ എല്ലാം ചെയ്യുന്നത്. അതുപോലെ ഒന്നിച്ച് നിൽക്കണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ഒരു 10 പേരെ കിട്ടിയാൽ മതിയെന്നേ. സഭയിൽ പാസ്റ്ററാൻറ്റി, സഭയിൽ അങ്ങനെയുള്ള 10 പേരെ കിട്ടിയാൽ മതിയെന്നേ. ഒന്നിച്ച് യുദ്ധം ചെയ്യാനുള്ള, ഒന്നിച്ച് മൈൻഡുള്ള, ഒരേ മനോഭാവമുള്ള, ഒരേ വിധത്തിൽ യുദ്ധം ചെയ്യാൻ മനസ്സുള്ള ചിലതിനൊക്കെ ദൈവ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ കൂട്ടിച്ചേർക്കട്ടെ. നീണ്ട 7 വർഷമായി സ്തോത്രം, 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 നിന്നെ ഒടുക്കിക്കളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ മിദ്യാന ശക്തിയുടെ മേൽ യുദ്ധം ചെയ്യുവാൻ ചില ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കട്ടെ. ഈ യുദ്ധം അത്ര ഈസി അല്ല. നീ വാളും കൊണ്ടൊന്നും ചെയ്യണ്ട, നീ പോയി വെട്ടുവൊന്നും വേണ്ട. പക്ഷേ നീ ഒന്നിച്ച് കുടമടയ്ക്കണം. യൂണിറ്റി വളരെ ആവശ്യമാ. കുടുംബത്തിനകത്ത് യൂണിറ്റി വെളിപ്പെട്ട് വരട്ടെ, സഭയ്ക്കകത്ത് യൂണിറ്റി വെളിപ്പെട്ട് വരട്ടെ. ഒന്നിച്ച് കുടമടയ്ക്കാമെങ്കിൽ, ഒന്നിച്ച് കാഹളമൂതാമെങ്കിൽ, ഒന്നിച്ച് പന്തം ഉയർത്താമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില മിദ്യാന ശക്തികൾ അമർന്നു വീഴുമെന്ന് പരിശുദ്ധാത്മാ പറയുക. ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളായത്. പക്ഷെ അത്ര ട്രെയിനിങ് ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരട്ടെ. എല്ലാവരും ജാഗ്രതയുള്ളവരായി തീരട്ടെ. ഒന്നിച്ച് ദൈവത്തിനെ സമർപ്പിക്കാൻ ഞാൻ എന്റെ സ്തോത്രം, എന്റെ മെസ്സേജ് നിർത്തി. നിങ്ങൾക്ക് ഈ ദൂതൻ ചിലതൊക്കെ മനസ്സിലായെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാ.
പിശാചിന്റെ ദൃഷ്ടി മുഴുവൻ നമ്മുടെ നിത്യജീവന. ഇത് വല്ലവിധനെ കവർന്നു കളയണം. അങ്ങ് എത്തരുത്. നിരാശയോടെ ജീവിക്കണം. പ്രത്യാശ നഷ്ടപ്പെടണം. ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത ഒരവകാശം തന്നേക്കുക. അത് പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിലപ്പോ കറയും കളങ്കവും ഒക്കെ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ പിടിപ്പിക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. നിന്റെ തലമുറ ദൈവം നിൽക്കുന്ന അവകാശങ്ങളാണ്. നാളുകളായി നിന്റെ തലമുറയെ ദണ്ഡിപ്പിക്കുന്ന, അവരുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന, അവരുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന, അവരെ പല വിധത്തിലും ദൈവഹിതമില്ലാത്ത വഴികളിലേക്ക് ചായ്ക്കുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിന്റെ കുടുംബത്തിൽ അധ്വാനിച്ച് കിട്ടുന്ന നന്മകൾ പലപ്പോഴും ശത്രു കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ സ്തോത്ര ദിവസങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ നന്മ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. നിന്റെ ആരോഗ്യത്തെ പലപ്പോഴും ശത്രു അവകാശം പറയുന്നെങ്കിൽ കർത്താവ് പറയുക, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ലെന്ന് ദൈവം ദൂത് പറഞ്ഞെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? സമർപ്പിച്ചു കൊടുത്താട്ട്. പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുക, യഹോവ ഗിദെയോൻ ഒരു യാഗപീഠം പണിതു, അതിനവന് യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്നു വരെ അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പലക്കാലം ഈ ഡിവൈസിൽ കയറിയ 80-ലധികം ഡിവൈസുകളോട് പറയുക, നിന്റെ സമാധാനത്തിന് സ്തോത്രം, അല്ലെങ്കിൽ സമാധാനം കെടുത്തിക്കളന്ന വിഷയത്തിന് ഇന്ന് പകൽ പരിശുദ്ധാത്മ ചില പദ്ധതികളെ ഒരുക്കുക. ഏത് മണ്ഡലങ്ങളാണ് സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നത്, അവിടേക്ക് ഒരു ദൈവത്തിന് ദൂതനിറങ്ങാൻ പോകുക. ചില അപ്പന്റെ പ്രതിഷ്ഠകൾ, ചില അപ്പന്മാര് പ്രതിഷ്ഠിച്ചു വെച്ച പാരമ്പര്യങ്ങൾ, ശക്തികൾ, നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന പാരമ്പര്യ ശക്തികളൊക്കെ ഇടിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കുക. ചില ദേശത്തെയൊക്കെ അടക്കി വാഴുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇടിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കുക. ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, കടന്നു ജനത്തിനുമേൽ, ഈ പ്രയർ സെല്ലിനുമേൽ, ആ സഭയുടെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവ് ഗിദെയോനോട് കൂടെ ഇരുന്നൊരു കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അവസരം ഒരുക്കി തങ്ങളുടെ ദാസിക്ക് ഡിവൈസ് എല്ലാവർക്കും നന്ദി പറയും. കേൾക്കപ്പെട്ട ആലോചനകൾക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിപ്പാനിടയാകി തീരട്ടെ. ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആത്മീക ആഴങ്ങൾ ഹല്ലേലൂയ ഒരു പ്രാവശ്യം കേട്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം തീരുമാനത്തോടെ സമർപ്പണത്തോടെ ദൈവസന്നിധി നാമായിരിക്കാം. ഹല്ലേലൂയ. വചന ശുശ്രൂഷ കർത്തൃദാസിയുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ പിന്നെയും ധ്യാനിക്കുവാൻ, കേൾക്കുവാൻ, ആത്മബലം ഏറ്റെടുക്കുവാൻ, ഭീരുക്കളൊന്നും ഹല്ലേലൂയ ഏതുമില്ലാത്തവരെന്ന് ലോകം നമ്മെ വിധി എഴുതുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിൽക്കുന്നുവെങ്കിൽ വാസ്തവമായ ഒരു പ്രതിഫലം കണ്ട് നമുക്ക് മാത്രമല്ല നമ്മോടൊപ്പം ഉള്ളവർക്ക് ഹല്ലേലൂയ ദൈവജനത്തിന് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് ഹല്ലേലൂയ വലിയ വിടുതലായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിക്കട്ടെ. തുടക്കം മുതൽ ഓരോ സെന്റൻസുകളും നമ്മെ വളരെ സ്വാധീനിക്കുന്നതും ടച്ച് ചെയ്യുന്നതുമായിരുന്നല്ലോ. ഓരോ വാക്കുകളും വചനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ, നമ്മുടെ സഹോദരവർഗങ്ങളുടെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ